بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. سورة أحقاف 11-ാമത്തെ ആയത്ത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم. ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. إن الذين قالوا ربنا الله ثم استقاموا فلا خوف عليهم ولا هم يحزنون. أولئك أصحاب الجنة خالدين فيها جزاء بما كانوا يعملون. ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون. قال الذين كفروا അവിശ്വസിച്ചവരായ ആൾക്കാർ പറയും, ലില്ലദീന ആമനു വിശ്വസിച്ചവരോട് അവിശ്വസിച്ചവരായ ആളുകൾ പറയുമായിരുന്നു, ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈ. ലൗ കാന ഖൈറൻ, ഇത് ഖൈറായിരുന്നെങ്കിൽ, നന്മയായിരുന്നെങ്കിൽ, മാ സബഖൂ അവർ മുൻകടക്കുകയില്ല, മാ സബഖൂന നമ്മളെ അവർ മുൻകടക്കുകയില്ല, ഇലൈഹി ഈ കാര്യത്തിൽ. വഇദ് ലം യഹ്തദൂ ബിഹി അവർ സന്മാർഗം പ്രാപിക്കാതിരിക്കുന്ന അവസ്ഥയിൽ, പശ്ചാത്തലത്തിൽ, ഫസയഖൂലൂന അവർ പറഞ്ഞേക്കും, ഹാദാ ഇഫ്കുൻ ഖദീം ഇത് പഴയ ആ കളവ് തന്നെയാണ് എന്നവർ പറഞ്ഞേക്കും. വമിൻ ഖബ്ലിഹി കിതാബു മൂസ ഇതിനു മുമ്പ് മൂസ അലൈഹിസ്സലാമിന്റെ ഗ്രന്ഥമുണ്ടായിരുന്നു. ഇമാമൻ വറഹ്മ അത് മാർഗം കാണിക്കാനും കാരുണ്യമായിട്ടും. വഹാദാ കിതാബുൻ ഈ കിതാബ് മുസദ്ദിഖുൻ സത്യപ്പെടുത്തുന്നതാണ്, ലിസാനൻ അറബിയൻ അറബി ഭാഷയിലുമാണ്, ലിയുൻസിറല്ലദീന ളലമു അക്രമികളായ ആളുകൾക്ക് താക്കീത് നൽകുന്നതിനു വേണ്ടിയും,
വബുശ്റാ ലിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്തയുണ്ട്. അവിശ്വാസികളായ ആൾക്കാർ അവരെ അള്ളാഹുവിലേക്കും കിതാബിലേക്കൊക്കെ ദഅവത്ത് ചെയ്യുമ്പം അവർ പറഞ്ഞൊരു വാക്കാണ് ഖാലല്ലദീന കഫറു വഖാലല്ലദീന കഫറു ലില്ലദീന ആമനു. വിശ്വസിച്ചവരായ ആൾക്കാരോട് അവിശ്വാസികളായ ആൾക്കാർ പറയുമെന്ത്, ലൗ കാന ഖൈറൻ, ഈ കാര്യം ഒരു നന്മയായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ വിളിക്കണ ഈ ഇസ്ലാമും ഈ കിതാബും ഈ ഖുർആനൊക്കെ ഒരു നന്മയായിരുന്നെങ്കിൽ മാ സബഖൂന ഇലൈഹി, ഈ കാര്യത്തിൽ നമ്മളെ അവർ മുൻകടക്കുകയില്ലായിരുന്നു എന്ന് വെച്ചാൽ നമ്മളായിരുന്നു എന്ത് ചെയ്യേണ്ടിയിരുന്നത്, ഇത് വലിയൊരു ഖൈറാണെങ്കിൽ അത് നമ്മളായിരുന്നു അതിലുണ്ടാവേണ്ടിയിരുന്നത് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ഇസ്ലാമിന്റെ ദഅവത്ത് നടക്കുമ്പം മക്കയിലെ പ്രധാനികളൊക്കെ ഇസ്ലാമെന്ന് അവിശ്വസിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനോട് ഉൾക്കൊള്ളാത്ത നിലയിൽ വിട്ടുനിൽക്കുകയാണ്. പിന്നെ ഇസ്ലാമിലുള്ളത് ആൾക്കാരാരാണ്? പാവങ്ങളും ബലഹീനരുമായ ആൾക്കാരാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു, അതേപോലെ അമ്മാർ, യാസിർ, ഖുബൈബ്, സുഹൈബ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, നീ പറഞ്ഞ ആൾക്കാരാണ്. ഇവരൊന്നും ഇവർക്ക് എന്തായില്ല, കണ്ണിൽ പിടിക്കണമില്ല, അവരൊന്നുമില്ല. അപ്പൊ ഒരു നാട്ടില് പിന്നെ ഒരു നന്മ ഉണ്ടാകുകയാണെങ്കിൽ അതിലൊക്കെ മുൻകടക്കേണ്ട ആൾക്കാരാരാണ്? പ്രമാണികളും മറ്റുള്ളവരെ ഞങ്ങളായിരുന്നു. അപ്പൊ അതിലെന്തെങ്കിലും ഖൈറുണ്ടെങ്കിൽ ഞങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. അതിലൊരു ഖൈറും ഇല്ലാത്തതുകൊണ്ടാണ് എന്തായത് ആ പാവങ്ങളും ആ ബലഹീനരൊക്കെ ആയ ആൾക്കാരായത്. ഇത് ഈ കാലത്തുള്ളതല്ല, ഇത് ഇസ്ലാമിന്റെ തുടക്കം മുതലേ ഉള്ളതാണ്. നൂഹ് അലൈഹി ഇസ്ലാമിനോടും ആ ജനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത്. നിന്റെ കൂടെയുള്ള ഈ ബലഹീനരും ഈ ആൾക്കാരൊക്കെ ഇതല്ലേ, ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ തിരക്കിടില്ല. എപ്പോഴും ആൾക്കാർ അങ്ങനെയാണ് എല്ലാത്തിനും കാണല്. പലപ്പോഴും നന്മക്ക് തൗഫീഖ് അല്ലാഹു തആല കൊടുക്കലും ആർക്കായിരിക്കും? ഈ പാവങ്ങൾക്കും ക്വാളിറ്റിയുള്ള ആളുകൾക്കൊക്കെ ആയിരിക്കും. എപ്പോഴും അതിന്റെ വേറൊരു കാര്യം കൂടി എന്താ പറഞ്ഞാൽ, വലിയ വലിയ സെറ്റപ്പിലും അവസ്ഥയിലുള്ള ആളുകൾക്ക് ഈ ഖൈറുകളെ നല്ലൽക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിന്റെ പടാപാടുപെടാനും അതിന് ത്യാഗം സഹിക്കാനൊന്നും ആരെ കിട്ടൂല. അതിന് ആൾക്കാരെ കിട്ടില്ല. എപ്പോഴും അതിന് ത്യാഗം ചെയ്യലും അതിന് കഷ്ടപ്പെടലൊക്കെ ആരായിരിക്കും? സാധാരണക്കാരായ ആൾക്കാരായിരിക്കും. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശ്രമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതായിരുന്നു ഫുഖറാക്കളിൽ, ബലഹീനരിൽ, കഷ്ടപ്പെടുന്നവരിൽ പണിയെടുക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും ചിന്തിക്കൽ വലിയ ആൾക്കാരിൽ പണിയെടുത്താൽ ഈ പണി എന്താവും. പക്ഷെ സാധാരണ ഈ തീരപ്രദേശങ്ങൾ, അതേപോലെ എന്തെങ്ങനെ മലയോര പ്രദേശങ്ങൾ, അവിടൊക്കെയുള്ള ആളുകൾ അധ്വാനികളാണ്. അവർക്ക് ഹക്ക് കിട്ടിയാൽ എന്താവും? അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആണോ അല്ലേ? ബാക്കിയുള്ളവർ നേതൃസ്ഥാനത്ത് വലിയ വലിയ സ്ഥലത്തൊക്കെ ഉള്ള ആളുകൾ ഓൽക്കങ്ങോട്ട് നീങ്ങാനും ഇങ്ങോട്ട് നിൽക്കാനൊക്കെ എന്തായിരിക്കും പ്രയാസിക്കും. ഓൽക്കൊരാളോട് പോയി അള്ളാഹിനെ പറ്റി പറയാൻ മടിയായിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ എന്താ ഇങ്ങോട്ട് പറയാന്ന്. അപ്പൊ പിന്നെ അത് താങ്ങാനും സഹിക്കാനൊന്നും ആർക്ക് കഴിയില്ല. വെറുതെ ഓന്റെ തൊള്ളയിലോ ഒന്നും കേൾക്കാൻ നമ്മൾ നിൽക്കണ്ടല്ലോ എന്ന് പറയും. പക്ഷെ നുബൂവത്തിന്റെ പരിശ്രമം ഒരിക്കലും അങ്ങനല്ല. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ നബിതങ്ങ ശാസനങ്ങളിൽ ആദ്യമായി വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട്ടിലെ ഏറ്റവും ഉന്നത പ്രമാണികന്മാരിൽ ഒരാളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. പക്ഷെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സാധാ ആൾക്കാരുടെ അടുക്കലൊക്കെ പോയിട്ട് പറഞ്ഞ് പിറ്റേന്ന് തന്നെ 5-6 ആൾക്കാരെ എന്താക്കിയിട്ടുണ്ട്, തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ അടി കൊണ്ടിട്ടുണ്ട്. ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? പക്ഷെ ഇവർക്കത് സാധിക്കൂല. ആർക്ക്? ഈ ഹൃദയം തുറക്കാത്ത ആൾക്കാർ. അപ്പൊ അവര് പറയാണ് ഇതിലൊക്കെ വല്ല കയറുണ്ടെങ്കിൽ അതിൽ ആരായനെ നമ്മളതിൽ മാ സബഖൂന ഇലൈ, നമ്മളെ ഈ കാര്യത്തിൽ അവരെന്ത് ചെയ്യൂലായിരുന്നു, മുൻകടക്കൂലായിരുന്നു. എന്ന് വെച്ചാൽ ഇവർക്കത് കിട്ടൂലായിരുന്നു. അപ്പം പിന്നെ മാത്രമല്ല ഈ പ്രമാണിമാരായ ആളുകൾക്ക്, പ്രമാണിമാരെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികത തലക്ക് കയറിയ ആൾക്കാർ, അല്ലാണ്ട് തഖ്വീ ഈമാനും ഉള്ള പ്രമാണിയല്ല. ഈമാൻ ഉള്ളിക്ക് കയറിയ പിന്നെ എല്ലാ രോഗവും എന്താവും, എല്ലാ രോഗത്തിനും അതിൽ മരുന്നുണ്ട്. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും എല്ലാവർക്കും അതിൽ ദാനം ഉണ്ടാവും. ഇത് കയറാത്ത ആൾക്കാരുണ്ടാവും. അവരെപ്പോഴും ചിന്തിക്കൽ എന്താ പറഞ്ഞാൽ അവരെവിടെയാണോ ഉള്ളത് അതാണ് എന്ത് ഖൈറും നന്മയും വിജയമൊക്കെ. അതല്ലാത്തതൊക്കെ എന്താണ്? പാവങ്ങളൊക്കെ എത്തിപ്പെട്ടതൊക്കെ എന്താണ്?
അത് പരാജയമാണ് എന്ന് എല്ലാ കാലഘട്ടത്തിലും തോന്നലുണ്ട് മനുഷ്യർക്ക്. മനസ്സിലായില്ലേ? അത് ഒന്നിനും കൊള്ളാത്തതാണ്. ദുനിയവിന്റെ അവസ്ഥയിൽ വരെ ഉണ്ടാവില്ല അങ്ങനെ. അപ്പൊ ഇവര് പറയാണ്, വിശ്വാസികളായ ആൾക്കാരോട് അവിശ്വസിച്ച ആൾക്കാർ പറയാണ്, ഇത് വലിയ സംഭവം ഒന്നും നിങ്ങൾ വിചാരിക്കണ്ട, ഇതെന്തെങ്കിലുമൊക്കെ വലിയ സംഭവം ക്ലിക്കാവുകയും ഇത് ഉഷാറാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താവും? മാ സബഖൂന ഇലൈ, ഈ കാര്യത്തിൽ നമ്മളെ അവർ മുൻകടക്കൂലായിരുന്നു. അവരും സത്യത്തിൽ ഇതിനെ അങ്ങനെ തന്നെയാണ് എന്ത് ചെയ്തത്, ആരംഭ കാലഘട്ടത്തിൽ കണ്ടത്. ആര്? അബൂജഹല്, പിന്നെ അബൂലഹബ്, ബാക്കിയുള്ളവരൊക്കെ കണ്ടായിരുന്ന ഇതിവിടെ ഇങ്ങനെ വക്കത്ത് മുഹമ്മദ് സല്ലല്ലാഹു തങ്ങളും കുറച്ച് ആൾക്കാരും പാടെ കൂടി ഇങ്ങനെ നടക്കണേ, ഇത് ഒരു ചുക്കുണ്ടാവില്ല എന്നാണ് അവർ വിചാരിച്ചത്. ഇതിങ്ങനെ പുടുത്തം വിട്ട് കൈമന്ന് പോകുന്നു ഒരിക്കലും അവരെന്ത് ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. ഒരിക്കലും ചിന്തിച്ചില്ല. ഇസ്ലാമിന്റെ ആവിർഭാവം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ വരവൻ എപ്പോഴും അങ്ങനെയാണ് ഉണ്ടാകുക. എങ്ങനെ? ആ പതുക്കെയുള്ള മട്ടത്തിലുണ്ടാകുക. ഇസ്ലാം ജഗബോഗൊന്നും ഉണ്ടാവില്ല. ഇസ്ലാം അങ്ങനെ പതുക്കെ വരും, അതങ്ങനെ പതുക്കെ പടർന്ന് കത്തി പന്തലിച്ച് അതിങ്ങനെ പോവും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിന്റെ വരവും ഇസ്ലാമിന്റെ രീതിയും അങ്ങനെ ഉണ്ടാവുക. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗുറബാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് വളരെ അപരിചിതമായ നിലയിൽ പതുക്കെ വരുള്ളൂ. ഒച്ചപാട് പോളൊന്നും ഉണ്ടാക്കാതെയാണ് അത് വരിക. അങ്ങനെ പതുക്കെ വരും. അത് അതിന് വലിയ 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 അവകാശവാദങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അത് വെച്ചത് പിന്നെ താഴ്ത്തിക്ക് ഉണ്ടാവില്ല. അതങ്ങനെ ഒരു പടി വെച്ചിരുന്നെങ്കിൽ ആ പടി അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ താഴ്ത്തിക്ക് വരുന്ന പരിപാടി ഉണ്ടാവില്ല. അതങ്ങനെ പടി പടിയായിട്ട് അങ്ങനെ പോവും. അങ്ങനെയാണ് ഇസ്ലാമിന്റെ വരവന്നുണ്ടായത്. ഇസ്ലാമിന് അങ്ങനെ ഉണ്ടാക്കാനും കഴിയുള്ളൂ. ഒറ്റയടിക്ക് ഒന്നായിട്ട് അങ്ങോട്ട് മല മറിച്ചലൊന്നും എവിടെ നടക്കൂല, ഇസ്ലാമിൽ നടക്കൂല. ജനസഞ്ചയത്തൊക്കെ കൂട്ടാൻ പറ്റുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ കാമ്പുണ്ടാക്കാൻ കഴിയില്ല, കാമ്പുണ്ടാവില്ല. അതുകൊണ്ട് ഇസ്ലാം അത് വളരെ അതിന്റെ സത്യസന്ധതയിൽ അതിന്റെ പിന്നിൽ ത്യാഗവും പിന്നെ പ്രയാസങ്ങളും ഒക്കെ ഇടണം. അതിന് വളായിട്ട് ഇസ്ലാമിന് വളായിട്ട് എന്തിട്ട് കൊടുക്കണം? അവരവരുടെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഇടണം. ത്യാഗവും കഷ്ടപ്പാടൊന്നും ഇല്ലാതെ എന്ത് വളരൂല, എന്ത് വളരൂല വൈ ദീന് എവിടെ വളരൂല? നാട്ടിൽ വളരൂല എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എവിടെ വളരൂല? എവിടെ വളരൂല? സ്വന്തത്തിൽ വളരൂല, നാട്ടിൽ തീരെയും വളരൂല. നാട്ടിൽ തീം വളർത്താൻ അള്ളാഹ്ക്ക് നമ്മളാരെയും എന്തില്ല, ആവശ്യമില്ല. അത് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ട പണി ഞമ്മക്കാണ്. ചങ്ങായിമാരെ, ഇസ്ലാമിനെ നമ്മളൊന്നും സംരക്ഷിക്കണ്ട, നമ്മളെന്തായ മതി, നമ്മളെ ജീവിതത്തിൽ ഇസ്ലാമിനെ സംരക്ഷിച്ചാൽ മതി. ബാക്കി ഇസ്ലാം എന്തായിക്കോളും. ഇസ്ലാം ഇന്ന് വന്ന ഈ സാധനമൊന്നുമല്ല. ഇസ്ലാം അത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് വരുന്ന സാധനമാണ്. അതിന് ചില്ലറ പ്രശ്നങ്ങളൊന്നല്ല ഉണ്ടായത്. അതിനെ ഒറ്റപ്പെടുത്തലും അതിനെ കുറ്റപ്പെടുത്തലും അതൊക്കെ എന്നും നടക്കുന്നതാണ്. ആളുകൾ വിചാരിക്കൽ എന്താ പറഞ്ഞാൽ ഇസ്ലാമിനെ ഇങ്ങനെ കൊണ്ടെടുക്കുന്ന പണിയാണ് ആർക്ക് ഞമ്മക്ക് ഇസ്ലാമിനെ ഇവിടെ നിലനിർത്തണം. ഇസ്ലാമിന് ഒരു ഈ ചങ്ങായിന്റെ ഒരു ഇസ്ലാമും ഉണ്ടാവില്ല. ആരേല് ഇതിനെ നിലനിർത്താൻ വേണ്ടി പണിയെടുക്കും. ഓന്ന് ചിലപ്പോൾ നിസ്കാരം തന്നെ ഉണ്ടാവില്ല. നിസ്കാരം തന്നെ ഉണ്ടാവില്ല. നിസ്കാരം ഇല്ലാത്തവൻ ദീനിനെ എന്താക്കി? അസ്സലാത്തു ഇമാദുദ്ദീൻ ഫമൻ അഖാമഹാ ഫഖദ് അഖാമദ്ദീൻ വമൻ തറകഹാ ഫഖദ് അദമദ്ദീൻ. നിസ്കാരം ദീനിന്റെ തൂണാണ്. ആരെങ്കിലും അതിനെ നിലനിർത്തിയാവും ദീനിനെ നിലനിർത്തിയവനായി. വമൻ തറകഹാ ഫഖദ് അദമദ്ദീൻ. ആരെങ്കിലും അതിനെ ഉപേക്ഷിച്ചാൽ ആ ദീനിനെ അവൻ പൊളിച്ച്, ആ തൂണിനെ അവൻ പൊളിച്ചു കളഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ സത്യത്തിൽ എന്താണ് കാണുന്നത് പറഞ്ഞാൽ ആൾക്കാർ ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ എന്ത് ചെയ്യണം? സംരക്ഷിക്കണം. അതിന്റെ ഭയങ്കര സംഭവങ്ങളും ഇസ്ലാമിന് ഒരു കോട്ടും പറ്റരുത്. ഏത് എതിരാളികളെയും നേരിടണം. ഒരു വെല്ലുവിളിയും വെറുതെ വിടരുത്. ഇസ്ലാമിനെത്തി വെല്ലുവിളി വൈ അവിടെ കുരക്കുന്ന ആൾ അങ്ങനെ കുരക്കുന്നല്ലാതെ മുസ്ലിമീങ്ങൾ മുഴുവൻ ക്വാളിറ്റി ഉള്ള മുസ്ലിമീങ്ങളായാൽ നിങ്ങൾ പറയും ഏത് വെല്ലുവിളി അവിടെ നടപ്പിലാവുമോ? ഇപ്പോഴും ആൾക്കാർ ഈ നിലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ആൾക്കാർ മുസ്ലിമീങ്ങളാവുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? എന്തുകൊണ്ടാണ് പറഞ്ഞാൽ അയാൾ ടച്ച് ചെയ്ത ഒരാളുണ്ടാവും. ആര് ടച്ച് ചെയ്താല്? ആ മനുഷ്യൻ. അയാളുടെ ക്വാളിറ്റിയാണ് അയാൾ എന്താ ചെയ്യുന്നത്. അയാളുടെ പെരുമാറ്റം, അയാളുടെ സ്വഭാവം, അയാളുടെ രീതി എന്ന് പറഞ്ഞാൽ അയാളോട് എന്ത് പറഞ്ഞാലും അയാൾക്ക് മനസ്സിലാവില്ല. കാരണം അയാൾ എന്തറിഞ്ഞതാണ്? തൊട്ടറിഞ്ഞതാണ്, അനുഭവിച്ചറിഞ്ഞതാണ്. ഏത് കാര്യം അങ്ങനെ തന്നെയല്ലേ? ഏത് കാര്യം വായിച്ചറിഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ വായന മൊത്തം കറക്റ്റായിക്കൊള്ളുന്നില്ല. കാരണം പലരും പലരുടെ ഊഹങ്ങളിൽ നിന്ന്
എടുത്ത് ഇതിനെ കാര്യങ്ങളേക്കും. ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലയിലേക്കൊക്കെ വരുന്ന കുറെ ആൾക്കാരുണ്ട്, തെക്ക് ഭാഗത്തു നിന്നൊക്കെ വരുന്ന ജോലിക്കാർ. അവരൊക്കെ ഏതോ വലിയ യുദ്ധമൈതാനിയിലേക്ക് വരുന്ന മാതിരിയാണ് എന്ത് ചെയ്യുന്നത്, ഒരു ജോലിക്കൊക്കെ ട്രാൻസ്ഫർ ആയാലും വരുന്ന ബേജാർ ഒടിച്ചിട്ട് എങ്ങനെങ്കിലും 2 മാസം ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി വേറെ ഇനി വയനാട്ടിൽ പോയാലും കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ബന്നോലൊക്കെ ഇവിടെ പെരാങ്ങാണ്, ബന്നോലൊക്കെ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ഡിപ്പാർട്ട്മെന്റില് ഒരു ഡിപ്പാർട്ട്മെന്റിലുള്ള IB-യിലുള്ള ഒരാള് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വന്ന് വർത്താനൊക്കെ പറഞ്ഞപ്പം അയാളോട് എനിക്ക് വന്നപ്പോൾ അയാൾ എന്താ കൊണ്ടുവന്ന് പറഞ്ഞാല് ഒരു കേക്ക് കൊണ്ടുവന്നായി. വെറുതെ എന്നോട് കുറച്ച് കാര്യങ്ങൾ വർത്താനം പറയാൻ വേണ്ടി വന്നാണ്. അപ്പൊ എനിക്കൊരു കേക്കൊക്കെ ആയിട്ടാ വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കേക്കൊന്നും വേണ്ട സാർ എന്നൊക്കെ പറഞ്ഞു. ആലായി അതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചിരുന്നു എന്നോട്. അപ്പോ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തായാലും എന്റെ അമ്മയും പിന്നെ വൈഫും എല്ലാവരും ഉണ്ട്, നിങ്ങൾ എന്തായാലും വീട്ടിൽ വരണം, അവർക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ ആൾക്കാർ വരുന്നത്. അപ്പൊ അവിടെയുള്ള എല്ലാ കല്യാണവും എല്ലാ സൽക്കാരും അവിടെ എന്തെങ്കിലും ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കൊടുക്കല്, ഇവർക്ക് ഏതാ ഉദ്യോഗസ്ഥൻ എന്നൊന്നും അറിയില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറയണേ, ഞാൻ അയാൾ എറണാകുളംകാരനാണ്, അയാൾ പറയാം ഞാൻ മലപ്പുറത്തേക്ക് ഡ്യൂട്ടിട്ട് ഇപ്പം ഇങ്ങനെ വിചാരിച്ചിരുന്നു പറഞ്ഞു. പക്ഷെ എത്ര നല്ല ആൾക്കാരാണ്, ഇതെല്ലാവരും പറയും, ഇതെന്ന് തൊട്ടറിയാൻ. ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായിണ്ടോ? ഇന്ന് സംഭവിക്കണം എന്താ പറഞ്ഞാൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ആൾക്കാരേൽ എന്തില്ല, ദീനില്ല. ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങണ ഒരു മുഹറം 8-ന്റെ അന്ന് ഒരു മഗ്‌രിബിന്റെ സമയത്ത് അങ്ങനെ പള്ളിയിൽ നിൽക്കുകയാണ്. അപ്പൊ ഒരാളിങ്ങനെ വന്നു, അവർ പാത്രമായിട്ടാ വന്ന്. അവനോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് കുറച്ച് വെള്ളം എടുക്കണ്ടായിരുന്നു പള്ളിയിൽ നിന്ന്. ചുളിയായിരുന്നു. അപ്പൊ എന്തിനാ പറഞ്ഞാൽ മൈദ കലക്കാനാണ്. മൈദ എന്തിന്? പശ ഉണ്ടാക്കാം. അപ്പൊ അവന്റെ കൈമേൽ പോസ്റ്റർ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഇവിടെ ഒക്കെ പോസ്റ്റർ കാണലുണ്ട്. ഈ പെണ്ണോണ്ട് ഇങ്ങനെ എഴുതിയതാണ്, വൈറ്റ് പേപ്പറിൽ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ ഭയങ്കര ഡയലോഗ്സുകൾ ഉണ്ടായാലും ആളെ പേരും ഇതൊന്നും ഉണ്ടാവില്ല. ആരത് ഇങ്ങനെ എപ്പോ ചിന്തിക്കില്ല. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഓന്റെ ആ പേപ്പറടെ വെച്ച വെറുതെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പം പിന്നെ കർബലനെ പറ്റി എഴുതണേ, മുഹറം 10 കർബല അങ്ങോട്ട് ഇങ്ങോട്ട് ഭാഗം വായിച്ചാലുണ്ടല്ലോ ചോരൊക്കെ അങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു പിന്നെ ആയിക്കോട്ടെ ഈ ഒട്ടിക്കാൻ പോകണ എവിടെയെന്ന് ചോദിച്ചു. അവിടെ ഒട്ടിക്കാൻ പോകണ ഞാൻ പറഞ്ഞു ഇപ്പൊ നിസ്കരിച്ചിട്ട് പോയിക്കും, ബാങ്ക് ഇപ്പൊ കൊടുക്കാൻ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അപ്പുറത്തെ പള്ളി നിസ്കരിക്കും. ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് നിസ്കാരം കിട്ടൂല, ഉറപ്പായിട്ടും കിട്ടൂല. കാരണം എനിക്ക് അടുത്ത ദൂരം അറിയാം, അവിടുത്തെ നിസ്കാരം ഭയങ്കര സ്പീഡുമാണ്. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നിസ്കരിച്ചു. മാർക്കറ്റിലെ പള്ളിയാണ്. ഞാൻ പറഞ്ഞു അവിടെ എനിക്ക് നിസ്കാരം കിട്ടൂല, ഇവിടെ നിസ്കരിച്ചിട്ട് പോയിക്കാണ്. അവൻ പറഞ്ഞില്ല എനിക്ക് അവിടെ കിട്ടുമായിരുന്നു. ഞാൻ നാളെ എന്നോട് ചോദിക്കാന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ജമാഅത്ത് കിട്ടീനോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നൊരു സേവനം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ജമാഅത്ത് നിസ്കാരം കിട്ടി വെച്ചു. അത് കിട്ടിയില്ലായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞില്ല. അപ്പൊ ഓനത് ഒട്ടിച്ചിനത് എന്ത് കർബലയും ഹുസൈൻ റളിയല്ലാഹുവിനൊക്കെ പറ്റി എഴുതിയ ഡയലോഗ് വായിച്ചാൽ വിചാരിക്കും ഇങ്ങനെ ഇസ്ലാം ഇങ്ങനെ. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങാണ് ആൾക്കാർ. ഇസ്ലാമിനാണ് നമ്മളാരും എന്ത് ചെയ്യണ്ട, സംരക്ഷിക്കാൻ. ആര് സംരക്ഷിക്കും? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അലാമു എന്തിനുള്ളതാണ്? തേക്കീദിനുള്ളതാണ്. ഞാൻ ഇത് സൂക്ഷിക്കുക ചെയ്യും. പിന്നെ നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടേ? നമ്മളെ ജീവിതത്തിൽ എന്തുണ്ടാക്കിയാൽ മതി? ഇസ്ലാം ഉണ്ടാക്കിയാൽ മതി. നമ്മളെ ജീവിതത്തിൽ നിസ്കാരം കൃത്യാക്കുക, തഖ്വ ഉണ്ടാക്കുക, അള്ളാഹുവിന്റെ ഭയം ഉണ്ടാക്കുക, ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാവുക, മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാകുക. ഇതുണ്ടായാലും ഇവിടെ ആർക്കാ എന്താ ചെയ്യാൻ കഴിയാ? ഒരാൾക്ക് മരിച്ചു പോകണമെന്നുള്ള ചിന്ത ഉണ്ടായി, ഞാൻ അള്ളാഹുവിലേക്ക് പോവാണ്, അതിനുള്ള അമലുകൾ റെഡിയാക്കുകയാണ്. ആരെന്ത് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? ഓൻ ഇവിടെ വല്ലതൊന്നും പ്രതീക്ഷിക്കില്ല. ഓൻ പോണുള്ള ആളല്ലേ. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ്? ഇന്ന് സത്യത്തിൽ എന്താണ് പറഞ്ഞാൽ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ഇറങ്ങുന്ന ആൾക്കാർ വാദപ്രതിവാദം, അതിന് മറ്റേ മറുപടി കൊടുക്കുക, ഒരാൾ വിടരുത്, ഒരു ഇസ്ലാമിന് നേരെ വരുന്ന മുഴുവൻ അതങ്ങണ്ട്. ഇസ്ലാമിന് നേരെ എന്നും വരലുണ്ട്. ശരിക്കും നമ്മൾ ഇസ്ലാം അനുസരിച്ചിട്ട് ജീവിക്കുമ്പം തൊട്ടറിയുന്ന ആളുകൾക്കൊക്കെ എന്ത് മനസ്സിലാവും? ദീനെന്താന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് മക്ക ഫത്ത് ആയപ്പം പിന്നെ ആരെ മേലും എന്താക്കേണ്ടി വന്നില്ല. മക്കയിലെ കൊടും ക്രൂരരായിരുന്ന ആൾക്കാരൊക്കെ മുസ്ലിം ആവാനുള്ള കാരണം സഹാബാക്കളായിട്ട് എന്താകാൻ തുടങ്ങി? ഇടപഴകി ജീവിക്കാൻ തുടങ്ങി. അവരെ കൂടെ ജീവിക്കാൻ തുടങ്ങി. അപ്പൊ അവർക്ക് ഹിദായത്ത് കിട്ടാൻ തുടങ്ങി. അല്ലാത്ത കാലത്തോളം ഹിദായത്തിന്റെ വാതിൽ തുറക്കില്ല. നമുക്ക് വെറുതെ തോന്നുകയാണ് നമ്മളെ ജീവിതത്തിൽ
ദീനില്ലാതെ നമ്മളുടെ ദാവത്ത് അല്ലെങ്കിൽ നമ്മളുടെ ബാക്കി കാര്യങ്ങൾ മറ്റുള്ളവരിൽ എന്ത് ചെയ്യൂല, അസർ ചെയ്യൂല. എത്ര എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കളിൽ വരെ അസർ ചെയ്യൂല. മക്കൾ വരെ പറയും, എത്ര മൂപ്പരങ്ങനെ പറയുന്നല്ലാണ്ട് മൂപ്പരെന്നെ നിസ്കരിച്ചൂല എന്ന് പറയും. നമ്മളെ നിസ്കരിച്ചതിന്റെ തിരക്കിലുള്ളവർ ചില ആൾ അങ്ങനെ ഉണ്ട്. എന്താ ചെയ്യും, നിസ്കരിച്ചാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, മൂപ്പര അപ്പം നിസ്കരിച്ചാതെ പോയിക്കും. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൽ ഈ ഇസ്ലാമിനെ നിലനിർത്തലാണ് ഏറ്റവും വലിയ ആവശ്യം. ഏറ്റവും വലിയ ആവശ്യം അതാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പം ഇസ്ലാം എന്ത് ചെയ്യുക വളരും. പിന്നെ ഇതിനെ തകർത്ത് കളയാൻ ആർക്കും എന്ത് ചെയ്യില്ല, കഴിയുള്ളത്. കാരണം കുറെ കാലം മുതലേ വരുന്ന ഹദ്റത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്ന സാധനമാണ് എന്ത്, അല്ലാണ്ട് 1400 ചില്ലാനം കൊല്ലം മുമ്പ് വന്നതൊന്നുമല്ല എന്ത്, ഇസ്ലാം. അതുകൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാനുള്ള തിരക്കാണ് ഞമ്മക്ക് വരെ ഉണ്ടാവല്. സത്യത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കുന്നേക്കാളും വലിയ തിരക്ക് എന്തിനാ വേണ്ടിയത്, നമ്മളെയിൽ ഈ ഇസ്ലാം ഉണ്ടാക്കാനുള്ള, ഈ ദീൻ ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ്. വെച്ചാൽ ഞാൻ എത്ര ഇതുണ്ട് ഇസ്ലാമായിട്ട്, ഞാൻ എത്ര ബന്ധമുണ്ട്, എനിക്കെത്ര ഇസ്ലാമിന്റെ ഇതുണ്ട് എന്ന് ചിന്തിച്ചാൽ നമ്മളിൽ ഇസ്ലാം വരുമ്പം പരിസരത്തൊക്കെ അതിന്റെ വെളിച്ചും പ്രകാശമൊക്കെ വരും. നമ്മളോട് തൊട്ട് നിൽക്കും. നമ്മൾ ഇപ്പൊ ചില കുട്ടികളൊക്കെ ഇസ്ലാം, എന്റെ ഫ്രണ്ട്സൊക്കെ മുസ്ലിങ്ങൾ ഇനി അറിയും. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ ഫ്രണ്ട്സൊക്കെ മുസ്ലിമുകൾ ഇനി, അതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്. ഈ കുട്ടികളെ കണ്ടിട്ട് എങ്ങനെ മുസ്ലിം ആകാമെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്. ഏത് കുട്ടികളെ സ്കൂളിലുള്ള കുട്ടികളെ കണ്ടിട്ട് എങ്ങനെ. അപ്പൊ ആ കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ നന്മകളുണ്ടാവും. ചിലപ്പോൾ ഫീസ് ഇല്ലാത്ത സമയത്ത് അത് സാരില്ല, ഞങ്ങൾ എല്ലാവരും പാടെ തരാന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. മനസ്സിലായിണ്ടാവും. അപ്പൊ ഓരോ കാഴ്ചപ്പാടിൽ ഓരിങ്ങനെ ആലോചിക്കണ്ടാവും, എന്തിനപ്പൊ ഇത്ര മെനക്കെട്ട് ഇന്റെ ഫീസ് തരുന്ന ഇവർക്ക് പോലെ വാപ്പാര് കൊടുക്കുന്ന പൈസ അല്ലേ, ഇവരെന്തിനാ തരുന്നത് എന്ന് ചെയ്യാം. ഇവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവും, എന്തായാലും ഒരു കാഴ്ചപ്പാടുണ്ടാവും. എന്ത് പറഞ്ഞാൽ ഇവിടെ കൊടുത്താലും എവിടെങ്കിലൊക്കെ കിട്ടും. മറ്റുള്ളവരെ ഉപകാരം ചെയ്യണം എന്നുള്ള ക്വാളിറ്റി ഉണ്ടാവും വരയിൽ. ഒരു നിസ്കരിച്ചാലൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. അതൊക്കെ കണ്ടിട്ടാണ് ഇവരെന്താകുന്നത്. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള മുസ്ലിമീങ്ങൾ ഉണ്ടായാലോ ഓരോട് തട്ടണോലും മുട്ടണോലും അടുക്കണോലും പെരുമാറണോലും ഒക്കെ എന്താവും, ഇസ്ലാം സ്വീകരിക്കാൻ കാരണമാവും. ഇസ്ലാം അങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ പ്രമാണിമാരായ ആൾക്കാരെപ്പോഴും അവര് ത്യാഗത്തിന് എന്തായിരിക്കൂല, റെഡി ഉണ്ടാവില്ല. അപ്പൊ ഓര് നിൽക്കണോടത്തേക്ക് ഇസ്ലാം വരിക എന്നുള്ളതാണ് ഓല ആലോചിക്കുന്നത്. ഇസ്ലാം അവിടേക്ക് വരുമൊന്നുമില്ല. അപ്പൊ ഓര് പറഞ്ഞതാണ് ഖാലല്ലദീന കഫറൂ ലില്ലദീന ആമനു ലൗ കാന ഖൈറൻ മാ സബഖൂന ഇലൈഹി. ഇതെങ്കിൽ എന്തെങ്കിലും ഒരു ഖൈറായിരുന്നെങ്കിൽ, ഈ ഇസ്ലാം ഭയങ്കര ഒരു സംഭവമായിരുന്നെങ്കിൽ മാ സബഖൂന ഇലൈഹി, അവർ ഈ കാര്യത്തിൽ നമ്മളെന്ത് ചെയ്യില്ലായിരുന്നു, മുൻകടക്കുകയില്ലായിരുന്നു. വഇദ് ലം യഹ്തദൂ ബിഹി, അവർക്ക് നേർമാർഗം കിട്ടാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഫസയഖൂലൂന, അവർ പറയും ഹാദാ ഇഫ്കുൻ ഖദീം, ഇത് പഴയ പിന്നെ കളവാണ്, അപരാധമാണ് എന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വമിൻ ഖബ്ലിഹി കിതാബു മൂസ, ഇതിനു മുമ്പ് മൂസാ നബിയുടെ കിതാബ് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ട്. മൂസാ നബിന്റെ കിതാബിലൊക്കെ ജൂതന്മാരൊക്കെ എന്താക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഇത് വരുമ്പോഴാണ് ഇവർക്ക് എന്താവാത്തത്, വിശ്വസിക്കാൻ കഴിയാത്തത്. മൂസാ നബിനെ ബാക്കിയുള്ള ഇതിനൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വമിൻ ഖബ്ലിഹി കിതാബു മൂസ ഇമാമൻ വറഹ്മ, അത് ഒരു വഴികാട്ടിയായിട്ടും കാരുണ്യവുമായിട്ടും മൂസാ നബിന്റെ കിതാബ് ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്. വഹാദാ കിതാബുൻ, ഈ ഖുർആൻ മുസദ്ദിഖുൻ, അതിനെ സത്യപ്പെടുത്തുന്നതാണ്. ഏതിനെ, തൗറാത്തിനെ വാസ്തവപ്പെടുത്തുന്ന കിതാബ് തന്നെയാണ് ഏത്, ഖുർആൻ. ലിസാനൻ അറബിയൻ, ഇത് അറബി ഭാഷയിലാണെന്ന് മാത്രം. ലിയുൻദിറല്ലദീന ളലമു, അക്രമികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, താക്കീത് നൽകാൻ. വബുശ്റാ ലിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ. തൊട്ടു മുമ്പത്തെ ആയത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, മാ കുന്തു ഖുൽ മാ കുന്തു ബിദ്അൻ മിന റുസ്ലി വമാ അദ്രി മാ യുഫഅലു ബി വലാ ബിക്കും എന്ന് പറഞ്ഞിരുന്നു. ഞാനൊരു പെട്ടെന്നുണ്ടായ ഒരു നബിയൊന്നുമല്ല എന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയാൻ. എന്നുവെച്ചാൽ പൊടുന്നനടുണ്ടായ നബിയൊന്നല്ല, ഇത് നബിമാരുടെ സിൽസിലകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ണി തന്നെയാണ് ആരും, ഞാനും. ഇതേപോലെ ഈ കിതാബ് അത് പെട്ടെന്നുണ്ടായ കിതാബൊന്നല്ല, ഇത്
തൊട്ടു മുമ്പുണ്ടായിരുന്ന മൂസാ നബിയുടെ വമിൻ ഖബ്ലിഹി കിതാബു മൂസ, ഇതിന് തൊട്ടു മുമ്പ് മൂസാ നബിയുടെയും പിന്നെ ഈസാ നബിന്റെ ഒക്കെ കിതാബുണ്ട്. ഇമാമൻ വറഹ്മ, അത് ഇമാം എന്നുവെച്ചാൽ വഴികാട്ടിയായും വറഹ്മ കാരുണ്യമായിട്ടും ഇതിനു മുമ്പ് കിതാബ് ഉണ്ടായിരുന്നു. വഹാദ കിതാബുൻ മുസദ്ദിഖുൻ, അതിനെ സത്യപ്പെടുത്തുന്ന ഒരു കിതാബാണിത്. ലിസാനൻ അറബിയൻ, അറബി ഭാഷയിലാണെന്ന് മാത്രം. ലിയുൻസിറല്ലദീന ളലമു, അക്രമികളായ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ട്. വബുശ്റാലിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട്. ഖുർആൻ എപ്പോഴും അക്രമികൾക്ക് താക്കീത് നൽകുന്നുണ്ട്. അക്രമത്തിനെ ശക്തമായി നിശ്ചിതമായി എതിർക്കുന്ന ഒരു തത്വസംഹിത അല്ലെങ്കിൽ ഒരു കാര്യമാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. ഇസ്ലാമിൽ ഒരിക്കലും അക്രമം വെച്ച് പൊറുപ്പിക്കുകയില്ല. അക്രമികൾക്ക് താക്കീത് നൽകുക, ഇത് നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങളുടെയും ഖുർആന്റെയും വലിയൊരു ദൗത്യമായിരുന്നു. കാരണം ലോകത്തെന്നും അക്രമം എന്ത് ചെയ്യും? നിലനിൽക്കും. അക്രമം അങ്ങനെ നിലനിൽക്കും. ളുൽം, അക്രമം. ളുൽം എന്ന് പറഞ്ഞാൽ അറബിയിൽ സാധാരണ പറയൽ വളഉ ശൈഇ ഫീ ഗൈരി മഹല്ലിഹി ളുൽമുൻ, ഒരു വസ്തുവിനെ അസ്ഥാനത്ത് വെക്കൽ എന്താണ്? ളുൽമാണ്. അതാണ് അക്രമം എന്ന് പറഞ്ഞത്. ഒരു സാധനത്തിനെ അസ്ഥാനത്ത് വെക്കുക. ചെരുപ്പ് എടുത്തിട്ട് മിമ്പർമ കൊണ്ടേക്കൽ എന്താണ്? കാരണം ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമല്ല എന്ത്? മിമ്പർ. മനസ്സിലായില്ലേ? ചെരുപ്പ് സ്റ്റാൻഡിൽ ഖുർആൻ കൊണ്ടുപോയി വെക്കല്ല, അതിന് വെക്കാൻ വേറെ സ്ഥലമുണ്ട്. അതേപോലെ ഇതൊരു സാധാരണ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. മനുഷ്യർ അധർമ്മത്തിൽ കൂട്ടിക്കുക, അധർമ്മത്തിൽ പങ്കാളികളാവുക, ഇത് മനുഷ്യന്റെ ഒരു പൈശാചികമായ ഒരു സ്വഭാവമാണ്. മനസ്സിലായില്ലേ? മനുഷ്യൻ എപ്പോഴും അതിലേക്കാണ് നീങ്ങുക. അതിന് മനുഷ്യനെ മുന്നറിയിപ്പ് നൽകൽ ഇത് ഖുർആന്റെ വലിയൊരു ദൗത്യമാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്, നന്മ ചെയ്യുന്നവർക്ക് എന്തുണ്ട്? സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, ഖാലൂ, അവർ പറയുന്നു എന്ത്? റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണ്. സുമ്മസ്തഖാമു, പിന്നെ അതിലെന്ത് ചെയ്തു? ചൊവ്വായ നിലയിൽ ഉറച്ചു നിന്നു, ഇസ്തിഖാമത്തോടെ നിലകൊണ്ടു. അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞത് ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് എന്തുണ്ടാവൂല? ഭയം ഉണ്ടാവൂല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല. അവർക്ക് ഭയം ഉണ്ടാവൂല, ദുഃഖം ഉണ്ടാവൂല. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാം. ഞങ്ങളെ രക്ഷിതാവ് ആരാണ്? അല്ലാഹു ആണ്. ഞങ്ങളെ സംരക്ഷകൻ, ഞങ്ങളെ പരിപാലകൻ ആരാണ്? അല്ലാഹു ആണെന്ന് പറയാം. ഇത് പറയാന്നുള്ളത് എളുപ്പമാണ്. പിന്നെന്താ ബുദ്ധിമുട്ട്? സുമ്മസ്തഖാമു ആണ്. ഇസ്തിഖാമത്ത് എന്നുള്ളത് ഭയങ്കര സംഭവമാണ്. അതിൽ ഉറച്ചു നിൽക്കുക. റബ്ബ് അല്ലാഹു ആണ് എന്ന് പറയുമ്പം ഒരുപാട് പ്രതിസന്ധി ആ മനുഷ്യനിലേക്ക് വരും. അപ്പം അയാൾ എന്ത് ചെയ്യണം? ഉറച്ചിക്കണം. അപ്പം അയാൾ ഉറച്ചു നിൽക്കണം. എന്റെ കാര്യത്തിന് എനിക്ക് അല്ലാഹു മതി, അതാണല്ലോ ഇന്നല്ലദീന ഖാലു റബ്ബുന. എന്റെ റബ്ബ് ആരാണ്? റബ്ബ് പറഞ്ഞാൽ സംരക്ഷകൻ, പരിപാലകൻ എന്നൊക്കെ പറയില്ല നമ്മള്, രക്ഷിതാവ് എന്നൊക്കെ പറയണേ. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ്. അവന്റെ രക്ഷിതാവാണ് അത് എന്ന് പറഞ്ഞാൽ അവന്റെ കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു കൊടുക്കുന്ന ആൾ നടത്തണമല്ലോ. എനിക്ക് എന്റെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുന്ന ആൾ, അയാൾ ഈ വാക്കിന് ശേഷം ഖുർആൻ ഹാമീം സജദയിലും ഇതേ വാക്ക് പറയുന്നുണ്ട്. ഏത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക എന്ന് പറയുന്നുണ്ട്. അവിടെ റബ്ബുനല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അതെങ്ങനെ നിൽക്കുക? അതെന്താ പ്രശ്നം ഉണ്ടാവുക? ഉദാഹരണത്തിന് കാര്യങ്ങൾ നടത്താൻ എനിക്ക് ആര് മതി? അല്ല മതി എന്ന് പറയുമ്പോൾ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നമൊക്കെ വരുമ്പോ ഉദാഹരണത്തിന് ഓൻ്റെ ഒരു അസുഖമുണ്ട്, അത് ചികിത്സിച്ച് മാറില്ല, അവസ്ഥ വരികയാണ്. അപ്പൊ പിന്നെ ഓനെങ്ങനെ എന്താ തുടങ്ങും? ഓന് പലയിലും തുടങ്ങും. പലയിലേക്ക് ഓനെ കൊണ്ടുപോകും ആൾക്കാർ.
ഇല്ല, അവൻ ആ സമയത്ത് ഉറച്ചിക്കണം, എനിക്കാര് മതി, എനിക്കെന്റെ റബ്ബായ അല്ല മതി, എനിക്ക് സംരക്ഷകനായ അല്ല മതി, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്നോ പറഞ്ഞാൽ സുമ്മസ്തഖാമു, പറയലെളുപ്പാണ്. സുമ്മസ്തഖാമു, പിന്നെ അതിലെന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം, പതറരുത്, അതിലും പതറാൻ പാടില്ല. അങ്ങനെ പതറാതിരിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഏത്? റബ്ബുനല്ല. സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നത് അത് തന്നെയാണ്. ഏത്? റബ്ബാരാണ് എന്നാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ടാണ് ഖബറിൽ ചോദ്യം എന്താണ്? മൻ ഇലാഹുക്ക് എന്നല്ല, പിന്നെന്താണ്? മൻ റബ്ബുക എന്നാണ്. ആ ഒരു പരീക്ഷണത്തിന് വന്നതാണ് നമ്മള്. നിന്റെ ഇലാഹാരാണെന്ന് ചോദിക്കല്ല, നിന്റെ റബ്ബാരാണ്. ഇലാഹ അല്ലാഹു ആണെന്ന് പറയും. കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതും നമ്മൾ പറയും അല്ല തന്നെയാണ്. പക്ഷെ സമയമാകുമ്പോൾ ആരെന്നെ വേണ്ടി വരും? വസ്തുക്കളെല്ലാരും കൂടി നമ്മൾ പറയുമ്പോ അതില്ലെങ്കിൽ ഉദ്യോഗം, ഇല്ലെങ്കിൽ പൈസ, ഇല്ലെങ്കിൽ അത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? സഹാബാക്കളുടെ കാലത്തൊന്നും ഓർക്ക് ഒരു പ്രശ്നമില്ല. കാരണം ഒരാകെ ഒന്നേ ഉള്ളൂ. എന്ത്? റബ്ബുനല്ലാ. ആയുധല്ലെങ്കിൽ ബദറിൽ ഓല് ചോദിച്ചിരുന്നോ എങ്ങനെ അങ്ങനെ ആവുക? ഒന്നുമില്ല, ഓരായാലും ഉറച്ചു. ഹസ്ബുനല്ലാ, ആര് മതി? അല്ലാഹ് മതി, ബസ്. പട്ടിണി എടുക്കാണ്. അപ്പോഴും ഒരു സഹാബാക്കൾ സത്യത്തിൽ പറയണ്ടേ, എന്ത് പണിയത്? നമ്മളൊക്കെ ഫുള്ള് എന്തായി? പട്ടിണിയിലായി. ഇത് ഒരു വല്ലാത്ത ദീനാണല്ലോ എന്നൊന്നും ഒരു സഹാബിയും പറഞ്ഞില്ല. ഓരങ്ങനെ സഹിക്കുക. കല്ലെച്ചോട്ടണോ? കല്ലെറ്റ നിങ്ങളെന്നാണ്ട് കുയിച്ചോളി എന്നൊക്കെ പറയണോ? ശരിക്ക് എന്ത്? ഖന്തക്ക് കല്ലെച്ചോട്ടാണെന്ന് ആളെ കിട്ടൂല. പക്ഷെ സഹാബാക്കൾ കല്ലെച്ചിട്ട്, കാരണം ഓരൊരു കാര്യത്തിൽ എന്ത് ചെയ്തിന് ഉറപ്പിച്ചിട്ടുണ്ട്. അത് ഏത് പ്രതിസന്ധി എന്നാലും ഓലായിന്നും മാറൂല. അതാണ് ഈമാൻ എന്ന് പറഞ്ഞത്. അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറക്കേണ്ട സാധനമാണ്, നാവിൽ പറയേണ്ട സാധനമല്ല. യഖീൻ ആവേണ്ട സാധനമാണ്. ഈമാൻ എന്താവണം? യഖീൻ ആവണം. അപ്പൊ റബ്ബുനല്ലാ, ഞങ്ങളെ റബ്ബ് അല്ലാഹുവാണ്. അതിന്റെ റിഹേഴ്സലാണ് സത്യത്തിൽ നിസ്കാരം. നിസ്കാരത്തിലവന് അല്ലാഹു അക്ബർ കെട്ടിയാൽ പിന്നെ പറയുന്നത് എന്താണ്? സൂറത്ത് ഓതുകയാണെങ്കിൽ ആദ്യം ഓതലേ സൂറത്ത ഫാത്തിഹാണ്. അതിൽ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. റബ്ബുൽ ആലമീൻ എന്ന് പറയാൻ. പിന്നെ കഴിഞ്ഞാൽ റുക്കൂൾക്ക് പോവാണ്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ റുക്കൂവിൽ പോകുമ്പം റുക്കൂവില് രണ്ട് മുട്ടിന്റെ മേൽ കൈയൊക്കെ കുത്തിയിട്ട് അവൻ എന്താ പറയുന്നത്? സുബ്ഹാന റബ്ബിയൽ അലീം, എന്റെ റബ്ബ് അവൻ മഹാനാണ്. അവന്ന് എഴുന്നേറ്റാൽ അവൻ പറഞ്ഞ റബ്ബനാ ലക്കൽ ഹംദ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളെ രക്ഷിതാവേ നിനക്ക് സ്തുതി. അത് കഴിഞ്ഞ് സുജൂദ് പോകുമ്പോ സുബ്ഹാന റബ്ബിയൽ ആല, അവിടെ റബ്ബ് എന്നാണ് പറഞ്ഞത്. ഈ ഇടയിലെ ഇരുത്തത്തിൽ റബ്ബിർഫില്ലി, അല്ലാഹുമ്മ അല്ല, പിന്നെ റബ്ബിർഫില്ലിയാണ്. പിന്നെ സുജൂദിൽ അതന്നെ. സത്യത്തിൽ ഇത് ഉടനീളം അവൻ കുനിഞ്ഞിട്ടും നിന്നിട്ടും ഒക്കെ സമ്മതിക്കുകയാണ്. എന്ത്? എന്റെ റബ്ബ് ആരാണ്? നിസ്കാരത്തിന്റെ അതേ ജീവിതം തന്നെയാണ് എവിടെ ഉണ്ടാവേണ്ടത്? സത്യത്തിൽ എവിടെ ഉണ്ടാവേണ്ടത്? പുറത്തുണ്ടാവേണ്ടത് അതാണ്. എന്നിട്ട് നമുക്ക് അറിയില്ല. നിസ്കാരത്തിൽ നമ്മൾ ആരോട് സലാം പറഞ്ഞാൽ മടക്കൂല, പിന്നെ മുട്ടായി തിന്നൂല, തിരിഞ്ഞു നോക്കൂല. മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? എന്താണ് നിസ്കാരത്തിൽ? ഇത് നിഷിദ്ധാണ്, ഇത് ചെയ്യാൻ പാടില്ല. മനസ്സിലായിട്ടുണ്ട് വൈ? നിസ്കാരത്തിൽ ഇത് ചെയ്യാൻ പാടില്ല, അവിടെ ചെയ്യൂല. മുട്ടായും തിന്നൂല. മുട്ടായി തിന്നല് ഹലാലാണ്, പക്ഷെ നിസ്കാരത്തിൽ തിന്നാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നിസ്കാരത്തിന്റെ വെളിയിലും ഇതേമാതിരി നിഷിദ്ധങ്ങളുണ്ട്. ഉണ്ടോ ഇല്ലേ? ഹലാല് പറ്റും, തിന്നൊക്കെ ചെയ്യാം. ആറാമത് തിന്നാൻ പറ്റൂല, പലിശ വാങ്ങാൻ പറ്റൂല, ജ്യൂസ് കുടിച്ചാ മദ്യം കുടിക്കാൻ പറ്റൂല. അപ്പം ഇവിടെ ദിക്റുകളൊക്കെ ചെല്ലാം. ഇതൊക്കെ ചെല്ലാൻ പറ്റുന്നൊക്കെ ഇവിടെ ചെല്ലാൻ പാടില്ലാത്തൊന്നും ചെല്ലാൻ പാടില്ല. നിസ്കാരത്തിന്റെ റിഹേഴ്സൽ എന്താണ് പറഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിലും ഹറാമിനെ വിട്ടിട്ട് നിൽക്കാൻ ആര് കഴിയണം? എന്താ നിസ്കാരത്തിൽ മാത്രം അത് കഴിയുന്നു. നിസ്കാരം കഴിഞ്ഞാൽ
നിസ്കാരം കഴിഞ്ഞാൽ അത് കഴിയില്ല എന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിന്യവും നികൃഷ്ടവുമായ കാര്യത്തിൽ നിന്ന് നിസ്കാരം അവനെ തടയുന്നു പറഞ്ഞത്. നിസ്കാരത്തിൽ അവൻ പരിശീലിക്കുന്നുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഉടനീളം പറഞ്ഞ റബ്ബ് എന്നാണ്. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും ഖബറിലും ചോദിക്കുന്നത് മൻ റബ്ബ് താൻ. അവിടുന്ന് ചോദിച്ചത് ആലമുൽ അർവാഹ് ചോദിച്ചത് എന്തായിരുന്നു? അലസ്തു ബി റബ്ബിക്കും എന്നാണ് ചോദിച്ചത്. ഞങ്ങളെ റബ്ബല്ലയോ? അതേ നമ്മൾ പറഞ്ഞു. എന്നാ ഇവിടെ വന്ന് കാണിച്ചു കൊടുക്കണം, ഭൂമിയിലെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കണം. അതാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു. പറഞ്ഞാ പിന്നെ അതിലെന്തില്ല, മാറ്റില്ല, അതിൽ ഉറച്ചു നിന്നു. ഇസ്തിഖാമത്ത് വലിയൊരു കാര്യമാണ്. ഫസ്തഖിം കമാ ഉമിർത എന്നുള്ള ആയത്ത് ഇറങ്ങിയപ്പോഴാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകെ എന്തായത്, ആകെ വിഷമത്തിലും ബേജാറിലായത്. തങ്ങളെ മുടിയൊക്കെ നേർച്ചതിന്റെ കാരണങ്ങളുടെ ഒരു ഭാഗം അതാണ്. ഏത്? ഫസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ട പോലെ ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്താണ് സാധാരണ അറബി പറയലുണ്ട്. ഇസ്തിഖാമത്താണ് പിന്നെ ഖൈറും മിൻ അൽഫി കറാമ, 1000 കറാമത്തിനേക്കാളും ശ്രേഷ്ഠമായിട്ട് എന്താണ്? ഇസ്തിഖാമത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇസ്തിഖാമത്ത് ഭയങ്കര സാധനമാണ്. റബ്ബ് അല്ലാഹു ആണെന്ന് അതിൽ ഉറച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ജീവിതം കൊണ്ടൊക്കെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താ? ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഒരു പേടി ഉണ്ടാവില്ല. അവർക്ക് ഒരു പേടി ഉണ്ടാവില്ല. വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല. എന്ന് വെച്ചാൽ വരാനിരിക്കുന്ന ജീവിതത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഭയം അവർക്കുണ്ടാവില്ല. കഴിഞ്ഞു പോയതിനെ പറ്റിയുള്ള ദുഃഖം ഉണ്ടാവില്ല. കഴിഞ്ഞു പോയതിനെ പറ്റി അള്ളാഹന്റെ ഭാര്യ പോയല്ലോ, അള്ളാഹന്റെ വീട് പോയല്ലോ, അള്ളാഹന്റെ അത് പോയല്ലോ എന്നുള്ള ദുഃഖമൊന്നും ആർക്കുണ്ടാവില്ല. ഇവർക്കുണ്ടാവില്ല. കാരണം ഇവരതിനേക്കാളും വലിയ ഒരു സ്ഥലത്തേക്കാണ് പോണത്. ഇത് മനുഷ്യന്റെ മരണത്തിന്റെ ഘട്ടാണത്. വരാനിരിക്കുന്ന മശ്ശറയുടെ അവസ്ഥ എന്തേക്കുന്നുള്ള ഭയം ഉണ്ടാവില്ല. എന്നാ ദുനിയാവിന്റെ സുഖസൗകര്യങ്ങളും അവസ്ഥകളും വിട്ടിട്ട് പോകുന്നതിൽ എന്തുണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. ഈ ഒരവസ്ഥ ഉണ്ടാവണം. ഈ അവസ്ഥ ഉണ്ടായാൽ എന്നും ഒന്ന് അരിയേക്കും, എന്നും നട്ടലും നിൽക്കും. ഇന്ന് മുസ്ലിമീങ്ങൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്ന് മുസ്ലിമീങ്ങൾ ഭയങ്കര പേടിയിലാണ്. എന്താ അതിന്റെ കാരണം അറിയോ? മനുഷ്യന് ഒന്ന് എന്റെ റബ്ബ് അല്ലാഹു ആണ്, അവൻ എല്ലാത്തിന്റെ മേലും കഴിവുള്ളവനാണ്, ഞാൻ അവനെ തൃപ്തിപ്പെടുത്തലാണ് എന്റെ പണി, വല്ലാണ്ട് ഇവിടെ വേറൊന്നും നോക്കൽ എന്റെ ജോലിപ്പെട്ടതല്ല. അതൊക്കെ അതിൻ്റെതായ ലൈനിൽ നടക്കും. അതൊക്കെ അതിന്റെ സമയത്ത് പണി ആര് കൊടുക്കും ചെയ്യും? എന്റെ അല്ലാഹ് ഇടപെടും. ഇനി മാക്സിമം സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? മരിച്ചു പോലാണ്. എനിക്ക് മരിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ വന്നത്. എന്റെ റബ്ബ് തീരുമാനിച്ച ദിവസം ഞാൻ എന്താവും? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നിങ്ങൾ കേട്ടില്ല? എവിടെ ബൈ ചോറുന്നാൻ വേണ്ടി നമ്മൾ ഓതുന്നൊരു സൂറത്തില്ലേ? മനസ്സിലായില്ലേ? നമ്മളതിനാണോ ഓതല്? അതുകൊണ്ട് അതിനങ്ങനെയാണ് നമ്മൾ കാണല്. അല്ലാണ്ട് ആഖിറത്തിന് വേണ്ടി ഓതണ്ടേ? നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നാം അവരുടെ മരണത്തെ എന്താക്കി? ഖദർ ചെയ്തു, തീരുമാനിച്ചു. വമാ നഹ്നു ബിമസ്ബൂഖീൻ, ആരും അതിന് നമ്മളിൽ മുൻകടക്കുന്നവരല്ല. തീരുമാനിച്ച സമയത്ത് ഇരിക്കണ നമ്മളൊക്കെ എന്താകുക? എന്ത് ചെയ്യവൈ? മരിക്കുക. ഇവിടുന്ന് ആരാക്കി നമ്മളെ കൊല്ലാനൊന്നും എന്ത് ചെയ്യൂല, കൊല്ലാനോ ബാക്കിയുള്ളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഒരാൾ കൊന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇന്റെ മേലുള്ള നിങ്ങൾക്കെന്താ പറയാൻ തന്നെ പേടിയുണ്ട് ഞാൻ ഇല്ല, നിങ്ങളൊന്നും സംഭവിക്കൂല. നിങ്ങളെ തോട്ടും നിങ്ങളെ വീടും നിങ്ങളെല്ലാ സാധനം ഇവിടെ ഉണ്ടാവും. ഞമ്മക്ക് ആകെ പ്രശ്നം എന്താണ് പറഞ്ഞാൽ നമ്മൾ ജീവിതം മുഴുവൻ അധ്വാനിക്കുന്നത് ഈ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് പോകുന്ന കണ്ടാൽ നമുക്ക് എന്താണ്? ബേജാറാണ്. നമുക്ക് ഇത് പോകും, നമ്മളെ ഉദ്യോഗം പോകും, അല്ലെങ്കിൽ നമ്മളെ ഇനിയിപ്പോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായാലും നമ്മളത് പോവല്ലോ, നമ്മളിത് പോവല്ലോ, നമ്മളത് പോവല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ബേജാറാകാൻ. ഇതൊന്നും പോകാനില്ലാത്തോല് ഫുള്ള് ഇമ്മത്തിൽ നിൽക്കുന്നുണ്ട്. ഉണ്ടോല്ലേ? ഭായി? ലോകം ഞെട്ടാണ്. ഏത്? ഇതൊന്നും ഓൾക്ക് ഞെത്തു പോകാൻ ഇല്ല.
നമ്മളിപ്പോ നമ്മളെ ഈമാനെ റെഡിയാക്കിയില്ലെങ്കിൽ നമ്മളെ ഈമാനെ അള്ളാഹു എന്തായാലും എന്താക്കും, റെഡിയാക്കും. അപ്പൊ നമ്മളും ആവും. അതിനേക്കാളും നല്ലത് ആരെന്നെ റെഡിയാക്കലാണ്, നമ്മളെന്നെ റെഡിയാക്കലാണ്. മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്ക്? ഈ കണ്ട കുലുമാരികളൊക്കെ മോമിനീങ്ങളെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയുള്ള പണിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ ഈ ദുനിയാവിന്റെ ഗഫലത്തിന്റെ മേലെ ഇങ്ങനെ പാഞ്ഞു നടക്കൺ അന്തല്ലാതെ. അതുകൊണ്ട് അവർക്കൊരു പേടി ഉണ്ടാവില്ല, വിട്ടിട്ട് പോണതിനെ പറ്റിയുള്ള ദുഃഖം ഉണ്ടാവില്ല. കാരണം അവരത് ആഗ്രഹിച്ച. അതുകൊണ്ടാണ് സഹാബിന്റെ ചെന്നി ഭാഗത്ത് അമ്പ ചെയ്തപ്പം ഫുസ്ദു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് ഞാൻ വിജയിച്ചു എന്ന് അപ്പം പറയണ്ടേ? കാരണം അപ്പം എന്താലോചിച്ചാ നടക്കുന്നത്? എന്റെ വിജയം എന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് വേണ്ടി ജീവൻ കൊടുക്കുമ്പോഴാണ് ഞാൻ വിജയിക്കുക എന്ന് പച്ച ബോധ്യത്തോടു കൂടി നടക്കുമ്പോഴാണ് അമ്പട് നടക്കുമ്പോ എന്ത് പറയാൻ കഴിയാ? ഫുസ്ദു റബ്ബിൽ കഅബ. നമ്മളൊക്കെ ലക്ഷ്യം വേറെ ആയിപ്പോയി. നമ്മൾക്ക് നമ്മളിവിടെ സമ്പാദ്യം, ഇവിടുത്തെ വരുമാനം, ഇവിടുത്തെ വീട്, ഇവിടുത്തെ ഭാര്യ, ഇവിടുത്തെ മക്കള്, ഇവിടുത്തെ മീൻ, ഇവിടുത്തെ ഇറച്ചി, ഇവിടെ സുഖമായിട്ട് ഇങ്ങനെ കല്യാണത്തിന് മുട്ടായി കൊടുക്കുക, കല്യാണത്തിന് ഫോട്ടോ എടുക്കുക, കല്യാണത്തിന് സ്റ്റേജ് ഇട്ടുക, പാട്ടാടുക, അതൊന്നും എന്തുണ്ടാവരുത് വൈ. അതിനൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നു. കുറച്ചവനെ എന്റെ മോളെ കല്യാണം ആകുമ്പോൾ ഇവിടെ ആകെ പ്രശ്നമാവോ, ഒരു ഫോട്ടോ എടുക്കാനൊന്നും കഴിയൂലേ, സ്റ്റേജുമൊന്നും നടക്കാൻ പറ്റൂലേ എന്നൊക്കെ. കാരണം നമ്മളെ ലക്ഷ്യതാണ് എല്ലാം അടിച്ചുപൊളി സെറ്റപ്പ് ആക്കിയിട്ട് നല്ല DJ സെറ്റൊക്കെ വെച്ചിട്ട് നല്ലൊരു കല്യാണം നടത്തണം. അയാളെ പ്ലാനാണ്, അയാളെ ആഗ്രഹമാണ്, എല്ലാവരും വിളിച്ചണം. എന്നിട്ട് ആൾക്കാർ പറയണം ഈറ്റാലൊരു കല്യാണം ഞാൻ ഇതുവരെ കൂടിയിട്ടില്ല, അങ്ങനൊക്കെ വിചാരിക്കണം. അങ്ങനൊക്കെ അതിനു വേണ്ടി മാത്രം പൈസ ഒരുമിച്ച് കൂട്ടുന്ന ആൾക്കാരുണ്ട്. അതിനുവേണ്ടി മാത്രം പൈസ ഒരുമിച്ചിട്ടുണ്ട്. ഒരു മകന്റെ കല്യാണത്തിനൊക്കെ എത്ര പൈസ ചെലവാക്കുന്നുണ്ട്, ഒരു മോളെ കല്യാണത്തിന് എത്ര പൈസ ചെലവാക്കേണ്ട ആൾക്കാർ. കാര്യത്തിനല്ല, കാര്യമില്ലാത്തതിന്. നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ എവിടെയെങ്കിലും തകർച്ച വരുമോ എന്നുള്ള ഭയം, തിന്നാനില്ലാത്തതിന്റെ പേടിയല്ല നമുക്കുള്ളത്. ആണോ? നാളെ ഞെത്ത് തിന്നാണ്ടാവില്ലല്ലോ എന്നുള്ള ബേജാറല്ല. നമ്മുടെ ആഡംബര ജീവിതത്തിന് കോട്ടം പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ എന്തായാലും പറയല്, ഞാൻ നമ്മളെ നാടുകളിലൊക്കെ നടക്കുന്ന ഓരോ മാമൂലുകളുണ്ടല്ലോ, ഒരു നാട്ട് മാമൂല്, നാട്ടു ആചാരങ്ങൾ, നാട്ടിന്റെ സെറ്റപ്പ്, അതിനൊക്കെ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്നാണ് ആര് നോക്കണത്, നമുക്ക് ബേജാറുണ്ടാവുന്നത്. അതുകൊണ്ട് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു പ്രശ്നമല്ല. ഓനവന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞു, സുമ്മസ്തഖാമു, അതിലെന്തായി, ഉറച്ചു നിന്നു. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, നിശ്ചയമായും പറയുന്നവർ ആര്, റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന്, സുമ്മസ്തഖാമു, പിന്നെ അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഫലാ ഖൗഫുൻ അലൈഹിം, അവർക്കെന്തില്ല, ഭയമില്ല. എന്താണ് ഇനി വരാൻ പോണെന്നുള്ള ഭയം അവർക്കില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞതിനെ പറ്റി സങ്കടവും ദുഃഖവും ഇല്ല. ഉലൈക അസ്ഹാബുൽ ജന്ന, ഇവരാണ് ആര്, സ്വർഗവാസികൾ. ഖാലിദീന ഫീഹ, അതിലവരെന്തായിരിക്കും, നിത്യവാസികളായിരിക്കും, സ്ഥിരതാമസക്കാരായിരിക്കും. ജസാം ബിമാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം എന്ന നിലയിലാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്. ഇപ്പൊ സ്വർഗവാസികൾ എന്ന് പറഞ്ഞാൽ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും അതിൽ വർഷിക്കുകയും ചെയ്യുന്നവരാണ്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യനോട് നാം എന്ത് ചെയ്യുന്നുണ്ട്, വസിയ്യത്ത് ചെയ്യാണ്. എന്ത്, ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളോട് പെരുമാറണം. എങ്ങനെ, ഇഹ്സാന, നല്ല നിലയിൽ, നല്ല നിലയിൽ മാതാപിതാക്കളോട് പെരുമാറണമെന്ന് നാം വസിയ്യത്ത് ചെയ്യുന്നു. ആരാ നാം? അല്ലാഹു. അല്ലാഹു വസിയ്യത്ത് ചെയ്യാൻ. വസിയ്യത്ത് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ ആജ്ഞാനിർദ്ദേശാണത്. എന്ത്, അല്ലാഹു ആജ്ഞാപിക്കുകയാണ് മാതാപിതാക്കളോട് എന്ത് ചെയ്യണം, നല്ല നിലയിൽ പെരുമാറണം. ഖുർആൻ ശരീഫിൽ ഒരുപാട് സ്ഥലത്ത് ഈ വാക്കുണ്ട്. പക്ഷെ ആ വാക്കിന്റെ ഒക്കെ തൊട്ടു മുമ്പ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ടാണ് ഇത് പറയും. മനസ്സിലായില്ലേ? അതിനോട് ചേർത്താണ് പറയും. ഇവിടെ മാതാപിതാക്കളോട് എന്ത് ചെയ്യണം, നല്ല നിലയിൽ പെരുമാറണമെന്ന് അള്ളാഹു എന്ത് ചെയ്തതാണ്, വസിയ്യത്ത് എന്നുള്ള പദമാണ് ഉപയോഗിച്ചത്. എന്നിട്ടോ
അതിന്റെ കാരണം പറയാണ്, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറണം. എന്താണ് നല്ല നിലയിൽ പെരുമാറാനുള്ള കാരണം? ഹമലത്ഹു ഉമ്മുഹു ഖുർഅൻ വവളഅതുഹു ഖുർഹ. ഹമലത്ഹു ഉമ്മുഹു ഖുർഹൻ. ഹമലത്ഹു എന്ത് ചെയ്താൽ, ഹംല് എന്ന് പറഞ്ഞാൽ എന്താണ്? വഹിക്കുക, ചുമക്കുക എന്നർത്ഥം. ഉമ്മുഹു അവന്റെ ഉമ്മ എന്ത് ചെയ്തു? അവനെ ചുമന്നു. ഖുർഹൻ, ഖുർഹൻ എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെട്ട്. എന്താണ് ഭൈ? പ്രയാസപ്പെട്ട്. ഈ ഗർഭം ചുമക്കുക എന്നുള്ളത് സുഖമുള്ള പരിപാടിയല്ല, നല്ല പ്രയാസമുള്ള പരിപാടിയാണ്. അറിയാം നിങ്ങൾക്ക്? നമുക്കെങ്ങനെ അറിയില്ലേ? മനസ്സിലായില്ലേ? ഉമ്മ പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹൻ എന്ന് പറയുന്നുണ്ട്. എവിടെ? സൂറത്തുൽ ലുഖ്മാനിൽ. ഇവിടെ പറഞ്ഞ ഹമലത്ഹു ഉമ്മുഹു ഖുർഹ, പ്രയാസം സഹിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ചുമന്നത്. നമുക്ക് മനസ്സിലാവാനുള്ള എളുപ്പമായ മാർഗം ഞാൻ പറഞ്ഞുതരാം. ഒരു നല്ല വിശന്നിട്ടുണ്ട്, അവർ നല്ല നമുക്കിഷ്ടമുള്ള മട്ടൻ ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ മന്തിയോ എന്തെങ്കിലും കിട്ടി, വിശപ്പ് കുറച്ച് സ്ട്രോങ് ആയിന്. അപ്പോൾ ഒന്ന് മട്ടത്തിന് എന്ത് ചെയ്തു? ഒന്ന് ആഞ്ഞു പിടിച്ചു എന്ന് വെച്ചാൽ അത്യാവശ്യം എന്ത് ചെയ്തു? അത് നല്ലോണം തിന്ന് വയറ് അത് ഫുള്ളായാല് പിന്നെ ആ കുർഹ് കുറച്ച് ആർക്ക് മനസ്സിലാവും? ആർക്ക് മനസ്സിലാവുമായി? മനസ്സിലാവുന്നില്ലല്ലേ? നമുക്ക് നടക്കാന് നമ്മൾ പിന്നെ നമുക്ക് എവിടെയെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും? പറയുവായി ഒന്ന് കുറച്ചിറങ്ങി ഒന്ന് കിടക്കേണ്ടി വരും. നമ്മളൊരു ഭയങ്കര ഓവറായി പോയിട്ട് അങ്ങനെ അതിൻ്റെ ഒരു ഇടങ്ങേറ് എന്തായാലും ഉണ്ടാവും. അത് വളരെ കുറച്ച് ഇടങ്ങേറാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ എന്തായി പോവും? ദയിച്ചു പോവും. അതോടുകൂടി ആ ഇടങ്ങേറ് ഒന്ന് കടന്നു നീച്ചാൽ എന്താവും? പറയുവായി ആ ഇടങ്ങേറ് മാറിയിട്ടുണ്ടാവും. ഗർഭത്തിന്റെ അവസ്ഥ കടന്നു നീച്ചാൽ എന്താവൂല? മാറൂല എന്ന് മാത്രല്ല, അതിങ്ങനെ ദിവസം കഴിയും തോറും കനം കൂടാണ്. 2.5 കിലോ 3 കിലോ 3,200 കുട്ടിന്റെ തൂക്കം. അപ്പൊ 3,200 ഒരു കുട്ടിനെ ഇങ്ങനെ കൊണ്ടെടുക്കാറിഞ്ഞാല് നമ്മളോട് ഒരു 3.5 കിലോ അരി ഇവിടെ വയറത്ത് വെച്ചിട്ട് നടന്നാല് വയറിലൊന്നും വേണ്ട, കൈമല് തന്നാൽ തന്നെ നമ്മൾ എന്തോ ചെയ്യും? അതുകൊണ്ട് കുടുങ്ങും. ആടിമ്പടൊക്കെ വെച്ചു പോരും നമ്മള്. ഇതിങ്ങനെ കൊണ്ടാണ്. കിടക്കാൻ പറ്റൂല, ഇരിക്കാൻ പറ്റൂല, നിൽക്കാൻ പറ്റൂല, റുക്കു പറ്റൂല. പിന്നെയാണ് അവന്മാർ പെരും ചവിട്ട് വയ്ക്കും. ആര്? കുട്ടികള് എന്നൊക്കെ പറയും. എന്ത്? അങ്ങനെ ഒരു ചവിട്ടുണ്ടാവും. എത്ര ചവിട്ട് കൊള്ളണം, എത്ര പ്രയാസം സഹിക്കണം നിങ്ങൾ പറയും. അങ്ങനെ പ്രയാസം സഹിച്ചിട്ടാണ് നിന്റെ ഉമ്മ നിന്നെ ചുമന്നത് എന്ന് ആര് പറയാണ്? അല്ലാഹ് പറയാണ്. അല്ലാഹ്. പിന്നെ അല്ലാഹ് അവരോട് നല്ല നിലയിൽ പെരുമാറണം എന്ന് പറഞ്ഞതിന് കാരണം പറഞ്ഞതാണ് ആര്? ഹമലത്ഹു ഉമ്മുഹു ഖുർഹ. ഉമ്മ പ്രയാസം സഹിച്ചിട്ടാണ് ചുമന്നത്. ആ ചുമക്കല് നമ്മൾ ശരിക്കും ആലോചിക്കണം. ഒരു ദിവസമല്ല, ഒരു നേരല്ല. നമുക്ക് നമ്മളെ തലയിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വെച്ചാലേ എന്താവുള്ളൂ വൈ സമാധാനമാവുള്ളൂ. വയറുവേദന ഉണ്ടായാലും ഒന്ന് ബാത്റൂമിൽ പോയി ഒന്ന് ഒഴിവായാലേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് ഇത്ര സമയം നീണ്ട മാസങ്ങൾ ഇതിങ്ങനെ എന്ത് ചെയ്യാണ്? കൊണ്ട് നടക്കാണ്. ഒന്നും ചെയ്തില്ല, അതിങ്ങനെ പേറി നടക്കണ്ടേ? അത് അല്ലാഹു പറയാൻ പ്രയാസാണത് എന്ന്. ആരാ പറഞ്ഞ്? ഹമലത്ഹു ഉമ്മുഹു ഖുർഹൻ വഫിസാലുഹു വവളഅതുഹു ഖുർഹ. അവരെ പ്രസവിക്കലും എന്താണ്? പ്രയാസപ്പെട്ടിട്ടാണ്. പ്രസവിക്കൽ പ്രയാസം. അല്ലാഹു അക്ബർ. മരണത്തിന്റെ വേദന കടുത്ത വേദനയാണ് എന്ത്? പ്രസവത്തിന്റെ വേദന. അത് സഹിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല മാതാപിതാക്കൾക്ക് എന്ത് പറഞ്ഞു? ഉപകാരം ചെയ്യണം, അവരോട് നല്ല നിലയിൽ. ഇഹ്സാന എന്ന് പറഞ്ഞാൽ ഹുസ്നെ സുലൂക്ക് എന്നാണ്. നല്ല നിലയിൽ പെരുമാറുക എന്നാണ് ഇഹ്സാന എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത്. നല്ല നിലയിൽ പെരുമാറുക എന്നുള്ളത്. അവരോട് നല്ല നിലയിൽ പെരുമാറുക.
മനസ്സിലായില്ലേ? മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുക. മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുക എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ഉമ്മന്റെ പ്രയാസാണ്. ഉമ്മന്റെ പ്രയാസം സഹിച്ചതിനെ പറ്റി പറയാം. പ്രയാസപ്പെട്ടിട്ടാണ് ഉമ്മ എന്ത് ചെയ്യുന്നത്? പ്രസവിക്കുന്നത്, ജന്മം നൽകുന്നത്. തറ പ്രയാസം ഉണ്ടാവും അല്ലാഹു. അത് സഹിച്ച് കൊണ്ടുവന്ന് പിന്നെ വഹംലുഹു വഫിസാലുഹു 30 ശഹറ. ചുമക്കലും പാല് കൊടുത്ത് അതിന്റെ വിരാമം, പാലുകൂടി നിർത്തുന്ന സമയം എത്രയാണ്? അല്ലാഹു തആല പറയാണ് കുറഞ്ഞ സമയമൊന്നുമല്ല. എത്രയാണ്? 30 ശഹറാന്ന്. 30 മാസം. എത്ര? ഞമ്മള് പറയുള്ള കണക്ക്. ആര് പറയാണ്? ഉമ്മന്റെ ഇടങ്ങേറ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 മാസം പറഞ്ഞാൽ ഒന്നരല്ലോ. 2.5 കൊല്ലം. എത്ര? 2.5 കൊല്ലം. 2.5 കൊല്ലം കൊണ്ട് ഇത് തീരുമോ? നിങ്ങൾ പറയും. 2.5 വയസ്സായ കുട്ടിന്റെ പ്രശ്നം തീരുണ്ടോ? അവന്റെ പ്രശ്നം തുടങ്ങുകയാണ് സത്യത്തിൽ. ഏത്? അത് മാരി തിന്ന, ഇത് ഉണ്ടാക്കുക, എന്തൊക്കെ അവസ്ഥ ഉണ്ടാവും. സത്യത്തിൽ ഒരു ലിമിറ്റ്, ഒരു പരിധി വരെ കുറെ കാലം കൊണ്ടെടുക്കണം. പക്ഷെ അല്ലാഹു തആല എളുപ്പത്തിൽ നമുക്ക് ഈ സാധനം പറഞ്ഞുതരാണ്. വഹംലുഹു വഫിസാലുഹു 30 ശഹറ. അപ്പൊ ഉമ്മാന്റെ ത്യാഗത്രയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മുൻഗണന നൽകുന്നത് ആർക്കാണ്? 3 ഗ്രേഡ് ആർക്കാണ്? ഉമ്മാക്ക്. അത് കഴിഞ്ഞിട്ടാണ് 4ാമത്തെ ഗ്രേഡാണ് ആർക്ക്? വാപ്പാക്ക്. വാപ്പ ത്യാഗമൊക്കെ സഹിക്കുന്നുണ്ട്. പക്ഷെ വാപ്പന്റെ ത്യാഗത്തിന് പല അഡ്ജസ്റ്റ്മെന്റുകളും ഉണ്ട്. ഉണ്ടല്ലേ? പോയി ചില ആൾക്കാരൊക്കെ ഉണ്ടാവും, കുട്ടി 5 വയസ്സായിട്ടൊക്കെ തിരിച്ചല്ലേ. കാരണം മുമ്പ് ഗൾഫ് പോയിണ്ടാവും. മുമ്പ് അവിടെ അധ്വാനിച്ച് പൈസ അയച്ചു കൊടുക്കാന്നുള്ള ത്യാഗം മാത്രമേ ചെയ്യുള്ളൂ. ബാക്കി ഇതിന്റെ മൊത്തം ത്യാഗം വേറെ ആരൊക്കെ ഏറ്റെടുത്തതാണ്. ആര്? വല്യാപ്പാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ. കാരണം കുട്ടികളെ കൊണ്ടെടുക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾ വേണ്ടേ. മൂപ്പര് ഒരു മാസത്തിന് വരിക, കളിപ്പിക്കുക, പോവാ. മനസ്സിലായില്ലേ? കളിപ്പിക്കുക, പോവാ. അപ്പൊ ഉമ്മാന്റെ ത്യാഗം ഒരു നിലക്കും എന്താവില്ല, തീരില്ല. അതുകൊണ്ടാണ് ഉമ്മക്ക് 3 റാങ്ക് കൊടുത്തത്. മനസ്സിലായില്ലേ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഒരു ഹദീസിലുണ്ട്, സിൽ ഉമ്മക സുമ്മ ഉമ്മക സുമ്മ ഉമ്മക സുമ്മ അബാക സുമ്മ അദ്നാക ഫഅദ്നാക. നീ നിന്റെ ഉമ്മനെ ചേർത്ത് പിടിക്കണം, പിന്നെയും ഉമ്മാനെ ചേർത്ത് പിടിക്കണം, പിന്നെയും ഉമ്മാനെ ചേർത്തണം. സുമ്മ അബാക, പിന്നെന്റെ ഉപ്പാനെ. സുമ്മ അദ്നാക ഫഅദ്നാക, പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾ, വല്യാപ്പാര്, അങ്ങനെ ഉള്ള ആൾക്കാരെ. മനസ്സിലായില്ലേ? തർത്തീബ് അതാണ്. ഉമ്മനെ 3 പ്രാവശ്യം, മനസ്സിലായില്ലേ? ഉമ്മി ബാപ്പി ഒരുമിച്ച് വിളിച്ചാൽ ആർക്കാ ഉത്തരം? ഉമ്മാക്ക്. നബി തങ്ങൾ ശാസ്ത്രം തങ്ങളോട് ഒരു സാബി ചോദിച്ചല്ലോ, എങ്കിൽ ഏറ്റവും കൂടുതൽ കടമുള്ള ആരോടാണ്? ഉമ്മക്കാന്ന് പറഞ്ഞു. സുമ്മമ്മൻ ചോദിച്ചു. പിന്നെ ആരോടാണ് ചോദിച്ചു. അപ്പോഴും പറഞ്ഞു, ഈ സാബി ചോദിക്കണ എന്താണ്? ഉമ്മ ഓക്കെ, പിന്നെ ആരാണ്? അപ്പോഴും നബി തങ്ങൾ ശാസ്ത്രങ്ങളോട് ഉമ്മക്ക, എന്റെ ഉമ്മയാണ്. അപ്പൊ സാബി കൂടി ചോദിക്കും, സുമ്മമ്മൻ, പിന്നെ ആരാണ്? ഓക്കെ, ഉമ്മ റെഡി, പിന്നെ ഒരാളുണ്ടാവില്ല, അതാണ്. അപ്പോഴും നബി തങ്ങൾ ശാസ്ത്രങ്ങൾ ഉമ്മ. പിന്നെ സാബിച്ചു സുമ്മമ്മൻ. അപ്പോഴാണ് പറഞ്ഞത്, നിന്റെ പിതാവെന്ന്. കാരണം ഉമ്മ അത്ര ത്യാഗം സഹിക്കണ്ടേ. ഈ ഗർഭസ്ഥ കാലഘട്ടം തന്നെ കൊണ്ടെടുക്കൽ എത്ര അവസ്ഥയാണെന്നുള്ളത് അല്ലാഹു അക്ബർ. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പ്രസവിച്ചു കഴിയുമ്പോഴേക്കും അവളെ മുഴുവൻ പാപങ്ങളും അല്ലാഹു എന്താക്കിയിട്ടുണ്ടാവും? പുറത്തു കൊടുത്തിട്ടുണ്ടാവും. കാരണം അത്ര വേദന സഹിക്കുന്നുണ്ട്, അത്ര പ്രയാസം സഹിക്കുന്നുണ്ട്. ഒരാൾ ഉമ്മനെ ചുമലിലേറ്റി നടന്നു വന്ന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാളത് കണ്ടിട്ട് ചോദിച്ചു, ഇയാളെ ഉമ്മനോടുള്ള കടമ പൂർത്തിയാക്കിയില്ലെന്ന് ചോദിച്ചു. വയസ്സായ ഉമ്മനെ തോളിലേറ്റിട്ട് തവാഫ് ചെയ്യുമോ? അവൻ പറഞ്ഞു, കുട്ടിയാവുമ്പം ഒരു ചവിട്ട് വിട്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ചവിട്ട്, അതിന്റെ ഒന്നിന് പകരായിട്ടില്ലെന്ന്. ഏനി എന്നൊക്കെ പറഞ്ഞേക്കാം, അതിനൊന്നിന് പകരായിട്ടില്ല. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കണം, ഉമ്മാനോടുള്ള കടമ എങ്ങനെയാണ് പൂർത്തിയാക്കുക. ചില ഉലമാക്കൾ എഴുതുന്നുണ്ട്, മാതാപിതാക്കളുടെ അടിമയാണ്.
അങ്ങനെ ഇവൻ സ്വതന്ത്രനായി. ഇവൻ സമ്പാദിച്ച് ഉമ്മനി വാപ്പനി സ്വതന്ത്രനാക്കിയാൽ ഉമ്മാനോടുള്ള കടമി വാപ്പാനോടുള്ള കടമി എന്താവൂല, പൂർത്തിയാവൂല. അതുകൊണ്ട് കടമ പൂർത്തിയാവാത്ത ആൾക്കാരാണ് ആര് ഉമ്മ വാപ്പ എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന ഹമലത്ഹു ഉമ്മുഹു ഖുർഅൻ വവളഅതുഹു ഖുർഹ വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ 30 മാസം. ഹംലും ഫിസാലും ചേർത്ത് 30 മാസമാണ് പറഞ്ഞത്. ഗർഭവും പാല് കുടിക്കലും ചേർത്ത് 30 മാസമാണ്. പക്ഷെ പാലുടി എത്ര സമയമാണ്? എത്രയാണ്? 2 വർഷമാണ്. ഹൗലൈൻ കാമിലൈനാണ്, 2 വർഷമാണ്. അപ്പൊ 2 വർഷമാകുമ്പോൾ എത്ര മാസമായി? 14. പിന്നെ ഗർഭം 6 മാസം അല്ലേ? അപ്പോഴെല്ലാം 30 മാസം അല്ലല്ലോ ഭായി, അങ്ങനല്ല? കണക്കത്തില്ലെങ്കിൽ ഹൗലൈൻ കാമിലൈൻ എന്താണെന്ത്? വഫിസാലുഹു സൂറത്ത് ബഖറയിൽ മറ്റേ പറയുന്നുണ്ടല്ലോ, 2 വർഷമാണ് എന്ത്? പാലൂട്ടന്റെ അവധി. അപ്പൊ 24 മാസമായി. പിന്നെ എത്ര മാസമുള്ളത്? 30 എത്ര ഉള്ളത് വൈ? വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. മനസ്സിലായില്ലേ? അപ്പൊ ഗർഭത്ര ധരിച്ചാൽ മതി. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഒരു സ്ത്രീ വിവാഹിതയായി. 6 മാസം കഴിഞ്ഞപ്പോ ആ സ്ത്രീ പ്രസവിച്ചു. എത്ര മാസം കഴിഞ്ഞപ്പോ? എത്രവായി? 6 മാസം. അപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അപ്പം പിന്നെ സ്വാഭാവിക പ്രശ്നം ഉണ്ടാവുമല്ലോ. പിന്നെ DNA ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് ഒന്നും ഇല്ലല്ലോ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഇത് വന്നു. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു അവരുടെ മേൽ എന്ത് ചെയ്യണം, പിന്നെ നടപടി, ഇസ്ലാമിന്റെ ഹദ് പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ അലി റളിയല്ലാഹുവിന് വിവരം കേട്ടു. അലി റളിയല്ലാഹുവിന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, അല്ലാഹു തആല ഖുർആൻ ശരീഫിൽ പറഞ്ഞിട്ടുണ്ട് വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്ത്? രണ്ടും കൂടി 30 മാസമാണ് പറഞ്ഞത്. മുല കൂടി 2 വർഷമാണെങ്കിൽ പിന്നെ എത്ര മാസം ഉണ്ടാവുള്ളൂ? അപ്പൊ ഒരു സ്ത്രീ 6 മാസം ഗർഭം ധരിച്ചാലും മതി. എന്തിന്? കുട്ടി അവളുടേതാണ് എന്നതിന് തെളിവായിട്ട് ഉസ്മാൻ റളിയല്ലാഹു വെറുതെ വിട്ടു. എന്ന് വെച്ചാൽ അഖല്ലുൽ ഹംലിൽ ഗർഭ ചുമക്കുന്നതിൽ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? 6 മാസത്തിന് താഴെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് കുട്ടിയായിട്ട് എന്താവൂല, കിട്ടാൻ പ്രയാസാണ്. 6 മാസം വരെ ആവാം. മനസ്സിലായില്ലേ? കൂടിയാലോ? കൂടിയാൽ 9. ഇപ്പൊ എന്തായാലും വായിച്ചല്ലേ ഉള്ളൂ നിങ്ങൾക്ക്. അക്സർ മുദ്ദത്തെ ഹംല്, ഏറ്റവും കൂടിപ്പോയ ഗർഭത്തിന്റെ ഒരു കുട്ടി ഗർഭസ്ഥ ശിശുവായി നിൽക്കാനുള്ള കാലയളവ് ഇമാം ആയല്ലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുക്കൽ 2 സാൽ ഹെ. എത്രയാണ്? 2 വർഷം. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇന്നെ തൊട്ട് മുഖ്തലിഫ് റിവായത്തുണ്ട്, വ്യത്യസ്ത റിവായത്തുകളുണ്ട്. 4 വർഷം. എത്ര വർഷം? 4 വർഷം, 5 വർഷം, 7 സാൽ എന്ന് പറഞ്ഞാൽ 7 വർഷം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നസ്ദീഖ് 4 സാൽ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുക്കൽ മഷൂർ റിവായത്ത് 4 ഹി സാൽ ഹെ. 4 ഇമാമുമാരുടെ അടുക്കൽ എത്ര വർഷമാണ് പറഞ്ഞത്? ചുരുങ്ങിയത് എത്ര വർഷം പറയുന്നുണ്ട്? അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിന്റെ അടുക്കൽ 2 വർഷം. പിന്നെ അഹ്മദ് ബിൻ ഹംബൽ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിന്റെ അടുക്കൽ 4, 5, 7 വർഷം പറയുന്നുണ്ട്. ഇമാം ഷാഫിന്റെ അടുക്കൽ 4 വർഷം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിന്റെ അടുക്കൽ 4 വർഷം. എന്ന് വെച്ചാൽ 4 വർഷം വരെ ഒരു കുട്ടിക്ക് എവിടെ നിൽക്കാം? ഗർഭാശയത്തിൽ നിൽക്കാം. ഉണ്ടാവും. നമുക്കിത് പറയുമ്പോൾ ആയിരിക്കും എന്താ കഥയില്ലാന്ന്. മറ്റേ ഞങ്ങൾക്ക് പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയില്ലല്ലോ. ഏത്? 2 വർഷം പാലൂട്ടല്, 6 മാസം നിങ്ങൾ 9 മാസം. സംഗതി ഇസ്ലാമിന്റെ മസലകൾ ഉണ്ടാക്കല്. അലി റളിയല്ലാഹു പറഞ്ഞ കേട്ടില്ലേ? 6 മാസം ആയാലും മതി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിണ്ട ഞാൻ പറഞ്ഞത്?
മനസ്സിലായിണ്ടാവില്ല. അപ്പം ഉലമാക്കൾ പറഞ്ഞ എന്താ പറഞ്ഞാൽ 6 മാസമുള്ള ഒരാൾക്കാണ് എന്ത് 30 മാസം പറഞ്ഞത്. ഒരാൾ 9 മാസം ഗർഭത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര മാസാണ്? 21 മാസാണ് എന്ത് ചെയ്യേണ്ടത്? കാരണം വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. മനസ്സിലായിണ്ടോ? നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതാണ് നിങ്ങളെ പ്രശ്നം. കണക്ക് പൈസമ്മലാണെങ്കിൽ കറക്റ്റ്. 9 റുപ്യക്ക് തക്കാളി വാങ്ങിന് 30 റുപ്യ എന്തിനാ ബാക്കി എത്ര കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 21 റുപ്യ ഉറുപ്പ്യാണ്. ഇപ്പൊ മനസ്സിലായ വൈ. അപ്പൊ ഒലമാക്കളുടെ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ട് ഒലമാക്കൾ. എന്ത് എത്രയാണോ ഹംലിന്റെ കാലയളവ് അതിന്റെ ബാക്കിയാണ് എന്ത്. കാരണം അല്ലാഹു തആല എന്താ പറഞ്ഞത്? വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. മനസ്സിലായില്ലേ? ആയോ വൈ. 2 വർഷം എന്ന് പറഞ്ഞത് ഏറ്റവും കൂടിപ്പോയ പാല് കൊടുക്കേണ്ട കാലഘട്ടമാണ്. മനസ്സിലായോ? അത് മനസ്സിലായോ? ഹൗലൈനി കാമിലൈൻ എന്ന് പറഞ്ഞത് എന്താണ്? ഏറ്റവും ടോപ്പ്. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? അത് ഖുർആൻ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. സൂറത്ത് ബഖറയിലാണ് തോന്നുന്നുണ്ട്. അവർ മാതാപിതാക്കൾ തമ്മിൽ പരസ്പരം തൃപ്തിപ്പെട്ട് ഒരു ഇത് തീരുമാനിച്ചാൽ എന്ത് ചെയ്യാം? അവർക്ക് അതിന്റെ ഇടയിൽ പാല് കൂടി എന്ത് ചെയ്യാം? നിർത്താമെന്ന്. പിന്നെ ചില ഉലമാക്കൾ പറഞ്ഞത് എന്താണ് പറഞ്ഞാൽ ഈ 6 മാസം കഴിയുന്ന കുട്ടി എന്നൊക്കെ പറഞ്ഞാല് അത്യാവശ്യം ബലഹീനാവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ 2 കൊല്ലം എന്ത് ചെയ്യേണ്ടി വരും? പാല് കൊടുക്കേണ്ടി വരും. കാരണം ഒരു ശക്തിയിലെത്തണമെങ്കിൽ. ഇതേപോലെ ഇതിനെ ബേസ് ചെയ്തിട്ട് ചില ഉലമാക്കൾ പറയുന്നത് കുട്ടിന്റെ ആരോഗ്യാവസ്ഥയും ഇതിലെന്ത് ചെയ്യാം? പരിഗണിക്കാമെന്ന്. മനസ്സിലായില്ലേ? കുട്ടിന്റെ ആരോഗ്യാവസ്ഥയും ഇതിൽ പരിഗണിക്കാം. മനസ്സിലായില്ലേ? വേറെന്താ? വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. മനസ്സിലായില്ലേ വൈ? എന്തെങ്കിലൊന്നും പറയാത്തേ? മനസ്സിലായില്ലേ? 9 മാസം ഗർഭസ്ഥ അവസ്ഥയിൽ ഒരു കുട്ടി ഹംലിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെത്ര മാസം? 21 മാസം കൊടുത്താൽ എന്താവും? ഈ കറക്റ്റ് 30 മാസം. 8 മാസമാണെങ്കിലോ 22. മനസ്സിലായില്ലേ? നിങ്ങൾ അങ്ങനെ കണക്കൂട്ടിയാൽ മതി. പിന്നെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. അങ്ങനെ എന്തായി? ഹത്താ ഇദാ ബലഗ അശുദ്ധഹു പറഞ്ഞാൽ ഒരു ശക്തനായി, ഒരു യുവാവായി. വബലഗ 40 സന. അങ്ങനെ എന്ത് പൂർത്തിയായി? 40 വയസ്സ് പൂർത്തിയായി. ഖാല. അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്ത്? റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞു. ആര് പറയാണ്? അല്ലാഹു തആല പറയാണ്. ഈ മകൻ പറഞ്ഞു. ഇത് സത്യത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കാണ്. ആര് പറഞ്ഞ വാക്കാണ്? അവൻ. അതുകൊണ്ട് 40 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഈ കാര്യം എന്ത് ചെയ്യണം വൈ? നിങ്ങളെല്ലാവരും പറഞ്ഞോ? 40 ആയിണ്ടാവില്ലല്ലേ? ചിലർ 40 കഴിഞ്ഞാൽ അറിഞ്ഞിണ്ടാവില്ല. ഒരു ദിവസം പറഞ്ഞിരുന്നൂലേ? 40 കഴിഞ്ഞാൽ 40 ഏത് 40 അറിയാം നിങ്ങൾക്ക്? ജനുവരി ഫെബ്രുവരി 40 അല്ല, പിന്നെ മുഹറം സഫറിന്റെ 40. മനസ്സിലായിനോ? ഒരു 33 കൊല്ലം കഴിയുമ്പം എന്താവും? അറബി ഒരു കൊല്ലം കൂടി 34 വയസ്സായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അറബി മാസം കണക്കാക്കി സക്കാത്ത് കൊടുക്കണം പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല. മാർച്ച് നോക്കിയിട്ടല്ല കൊടുക്കണ്ടേ. എന്ത് നോക്കിയിട്ടാണ്? അല്ലെങ്കിൽ ആഖിറത്തിലെത്തുമ്പോൾ 33 കൊല്ലം കച്ചവടം ചെയ്തിനെങ്കിൽ ഒരു കൊല്ലത്തെ സക്കാത്ത് കാണാണ്ടാവില്ല. മനസ്സിലായിട്ടോ? നമ്മളൊരു പ്രശ്നമല്ല. കാരണം നമ്മൾ അല്ലാത്ത കൊല്ലം തന്നെ കൊടുക്കില്ല. ഇനിയിപ്പോ അങ്ങനെ അറിയാതെ പോണ ഒരു കൊല്ലത്തിനൊന്നും ഇവിടെ ഒരു പ്രശ്നമില്ല. ഇല്ല. അതുകൊണ്ട് 33 കൊല്ലം കഴിയുമ്പോൾ ഒരു കൊല്ലം മാറിയും. അതുകൊണ്ട് അറബി മാസം കണക്ക് നോക്കിയിട്ട് തന്നെ എന്ത് കൊടുക്കണം?
അതുകൊണ്ട് പീഡിയ തുടങ്ങുമ്പം ഏത് അറബി മാസത്തിലാണെന്നും കൂടി എന്ത് ചെയ്യണം? ഓഗസ്റ്റ് 15 തുടങ്ങിയതെങ്കിൽ ആ അന്നത്തെ അറബി മാസം എന്താണെന്ന് നോക്കി വെക്കണം, അത് എഴുതി വെക്കണം. അതിന്റെ ഒരു വർഷം കഴിയുമ്പോഴാണ് എന്തുണ്ടാവുക? സക്കാത്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? വർഷം ഇങ്ങനെ മാറുണ്ടാവും അല്ലേ? വർഷം മാറും. ഒരു ശഅബാൻ 9 എന്ന് പറഞ്ഞത് ഒരു 6 കൊല്ലം മുമ്പ് ഏപ്രിൽ 25 ശഅബാൻ 9 ഏപ്രിൽ 25 ഒരു 6 കൊല്ലം മുമ്പ്. ഇപ്പം ശഅബാൻ 9 വന്നപ്പോ ഈ കഴിഞ്ഞ ഇപ്പൊ ഇന്ന് 16 ഇതിന് തൊട്ട് മുമ്പുള്ള ഈ ഫെബ്രുവരിയിലെത്തി. അപ്പൊ ഇതിനെന്ത് എത്രയായി? മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ. ഇതിങ്ങനെ കൊല്ലം ഇങ്ങനെ കൂടണം. 33 കൊല്ലാകുമ്പോൾ ഇതിന് എന്ത് തീരും? ഒരു വയസ്സ് കൂടും നമുക്ക്. അപ്പൊ നമ്മള് സാധാരണ ഇംഗ്ലീഷ് മാസം അനുസരിച്ച് 33 വയസ്സായില്ലെങ്കിൽ നമുക്ക് എത്ര വയസ്സായിന്? 34 വയസ്സായിന്. മനസ്സിലായില്ലേ? നമ്മൾ പൊതുവെ എന്താക്കലാണ്? കുറക്കലാണ്. അപ്പൊ സക്കാത്തിലൊക്കെ ആയാൽ പറ്റപ്പെടുത്താൻ പോകും. അതുകൊണ്ട് 40 വയസ്സായാൽ ഇത് പറയണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ നബിതങ്ങളുടെ 20ാമത്തെ വയസ്സിൽ പിന്നെ നബിതങ്ങൾ ശാസങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട ചരക്കുമായിട്ട് എന്ത് ചെയ്തിന്? കച്ചവടത്തിന് പോയിന്. അപ്പൊ നബിതങ്ങൾ ശാസങ്ങളെ കൂട്ടത്തിൽ പോയ ആളാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്ര വയസ്സുണ്ട്? 18 വയസ്സ്. നബിതങ്ങൾ ശാസങ്ങളെക്കാൾ 2 വയസ്സ് കുറവാണ് ആർക്ക്? അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്? 63ാമത്തെ വയസ്സിലാണ് മരിച്ചത്. കാരണം നബിതങ്ങൾ ശാസങ്ങൾ മരിച്ച് 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്? മനസ്സിലായില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്. എത്രാമത്തെ വയസ്സിലാണ്? 38ാമത്തെ വയസ്സിൽ. മനസ്സിലായില്ലേ? ചെറുതായിട്ട് ഇതൊക്കെ ഒന്ന് പഠിച്ചേക്കുന്ന നല്ലതാണ്. വെറും തേങ്ങയും അടക്കിയും കച്ചവടം പൈസയും റിയാലിന് 10 റുപ്യ ഇട്ട് വെച്ചാൽ കറക്റ്റ് പറയുന്നത് എത്ര? 19.9 ഒക്കെ പറയും. മനസ്സിലായില്ലേ? ഇതൊക്കെ ഒന്ന് പഠിച്ചേക്കണാവും നല്ലതാണ്. അതുകൊണ്ട് 18 വയസ്സിന്റെ കൂടെ ആര് പോയിന്? അവിടുന്ന് നബിതങ്ങൾ ശാസനങ്ങളുടെ രീതിയും തങ്ങളുടെ വിശേഷണങ്ങളൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നല്ല അടുത്ത് യാത്രയിലാണല്ലോ ആളെ അറിയല്. അന്ന് മുതൽ നബിതങ്ങൾ ശാസനങ്ങളെ പിന്തുടരാതെ കൂടിയ കൂട്ടുകാരനാണ് ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ നബിതങ്ങൾ ശാസനങ്ങളെ കൂടെ നടന്നു. അവസാനം 40ാമത്തെ വയസ്സിൽ ആരായി? റസൂലുള്ളാഹി ശാസനങ്ങൾക്ക് നുബുവത്ത് കിട്ടി. മനസ്സിലായില്ലേ? ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സന. മനസ്സിലായില്ലേ? ഒരു കാര്യപ്രാപ്തി എത്തുന്ന വയസ്സാണ് സത്യത്തിൽ എന്ത്? ഒരു മന്ദ എന്റെ ഇതൊക്കെ പോയി കേടൊക്കെ കഴിച്ചിട്ട് ഒരു ചിന്ത വരുന്ന സമയമാണ് എന്ത്? പഴയ കാലത്ത്. മനസ്സിലായില്ലേ? ഇപ്പോഴുള്ളവർക്കൊന്നും ആയില്ല. 60 വയസ്സുള്ള ആൾ ഇപ്പോൾ കുട്ടികളി, 60 വയസ്സുള്ള ആൾ ഇപ്പോൾ എന്താ കച്ചവടം ഉള്ളതെന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കാണ്. 75 വയസ്സായി ആ പീടികയിൽ ഇപ്പൊ എന്താ തുടങ്ങാൻ പറ്റാന്ന് ആലോചിച്ചുകൊണ്ട് നടക്കാണ്. മനസ്സിലായില്ലേ? മറ്റതൊക്കെ 40 വയസ്സാളോട് കൂടി എന്തായിന്ന് നമ്മളെന്നെ ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ കുട്ടിയാണ് കാലത്ത് 40 വയസ്സുള്ള ആളെന്ന് പറഞ്ഞാൽ ആളൊരു വയസ്സായി ഇനിയിപ്പോ എവിടേക്ക് എത്താനായി? അങ്ങോട്ട് കവറിലേക്ക് എത്താനായി. അയാളെ പകുതിയും കഴിഞ്ഞു എന്നൊക്കെയുള്ള അർത്ഥത്തിലുണ്ടായില്ല. നമുക്ക് 40 വയസ്സായപ്പോഴൊന്നും ആ വിവരം തന്നെ ഇല്ല. അള്ളാഹ് നമുക്ക് മാപ്പാക്കി തരട്ടെ. അതുകൊണ്ട് 40 വയസ്സായപ്പോൾ നുബുവത്ത് കിട്ടി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് 40 വയസ്സായപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ. അപ്പോഴേക്കും അബൂബക്കർ റളിയല്ലാഹു അൻഹു അടിമകളെ മോചിപ്പിക്കല് പല പരിപാടിയും ചെയ്തിന്. നമ്മളെ 40 വയസ്സ് വൈദ്യല്ല. ആരാ 40 വയസ്സ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു 40 വയസ്സ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അസ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട 6 ആൾക്കാരെ എന്ത് ചെയ്തിന്? പിറ്റത്തെ ദിവസം തന്നെ കൊണ്ടുവന്നിന്. ഇവരൊക്കെ ചെയ്യുന്ന ഫുള്ള് ഉടുക്ക വരുന്നേ. മനസ്സിലായില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ, പിന്നെ തൽഹ, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ, ഇവരൊക്കെ കൊണ്ടുവന്നത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിന്റെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തന്നെ എത്ര കൊടുത്താലും അതൊക്കെ കിട്ടുന്നത് ആർക്കാണ്? ഒന്നാമതായി മുസ്ലിമായ ആളല്ലേ പുരുഷന്മാരിൽ. പിന്നെ ഒരു പുരുഷനെ കൊണ്ട് എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ മുഴുവൻ. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ ആർക്കും
അതുകൊണ്ടാണ് നബിതങ്ങൾ സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞ സെറ്റപ്പിലും കഴിവിലും സാമർത്ഥ്യത്തിലൊക്കെ അന്ന് പിന്നെ ഇമാമത്ത് നിൽക്കാൻ യോഗ്യൻ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. കുറച്ച് ധൈര്യം, കുറച്ച് ആരാടാ വെച്ചാല് ഒക്കെ ഉണ്ട്. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, എന്റെ ഉപ്പാനോട് ഇമാമുക്ക് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഉപ്പ ബലഹീനനാണ്. ഹഫ്സ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, നിന്റെ ഉപ്പാനോട് നിൽക്കാൻ പറയുന്നു. മനസ്സിലായില്ലേ? അപ്പോഴും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രോഗ ചെയ്യലും ആര് മാത്രം? അബൂബക്കർ തന്നെ. അപ്പൊ നിങ്ങളോട് ഇമാമുക്കാൻ പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വരില്ല എന്ന് പറഞ്ഞപ്പോ നേരെ മുന്നിലുണ്ടായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ അദ്ദേഹത്തിന് ആരോ തള്ളി. എവിടേക്ക്? സ്വാഭാവികമായിട്ട് നിൽക്കാൻ പറ്റിയ ആളല്ലേ. അപ്പൊ അല്ലല്ല, ആരെന്നെ അങ്ങോട്ട് ബാക്കൊക്കെ നിന്നിട്ട് അബൂബക്കർ എല്ലാം നിർത്തി. എന്തുകൊണ്ട് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പകരം വെക്കാൻ വേറെ ആരുമില്ല. ഒന്നാമത്തെ ദിവസം ആരും വിശ്വസിക്കാതെ നിന്നപ്പോഴും ഫസ്റ്റ് പറഞ്ഞപ്പം അതേപടി അനുസരിച്ച ആളാണ് ആര്? മക്കാരെന്ത് ചിന്തിക്കും, ഖുറൈശികൾ എന്ത് ചിന്തിക്കും, മറ്റോലെന്ത് ചിന്തിക്കും, ഒന്നും ചിന്തിച്ചില്ല. എന്റെ കൂട്ടുകാരൻ ഓൻ സത്യസന്ധനാണ്, ഓൻ പറഞ്ഞത് ഞാൻ. അതുകൊണ്ടല്ലേ നബിതങ്ങൾ സല്ലല്ലാഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ എങ്ങനെ ഒന്നിങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിയുള്ളവരൊക്കെ ഒന്നിങ്ങനെ അങ്ങോട്ട് ആരോ എന്തോ ആക്കിയപ്പം നബിതങ്ങൾ സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞു, അവ്വലുമൻ ആമന ബി അബൂബക്കർ അവ്വലുമൻ സദ്ദഖനി അബൂബക്കർ. നിങ്ങൾ അബൂബക്കറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണ്ട, ഇന്നിൽ ആദ്യം വിശ്വസിച്ച ആളും എന്നെ ആദ്യം വാസ്തവാക്കിയ ആളും ആരാണ്? അബൂബക്കറാണ് റളിയല്ലാഹു അൻഹു. അത് ചില്ലറക്കാരനല്ല. തബൂക്കിന്റെ ദിവസം സമ്പത്ത് കൊണ്ടുവന്നപ്പം ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇന്നെങ്കിലും അബൂബക്കറിന് എന്ത് ചെയ്യണം, റളിയല്ലാഹു അൻഹുവിനെ മറികടക്കണം എന്ന് വിചാരിച്ചിട്ട് ഇഷ്ടംപോലെ സ്വത്തുണ്ടോന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹു കുറച്ചേ കൊണ്ടുവന്നിട്ടുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു കാണേണ്ടത് അപ്പം തന്നെ മനസ്സിന്റെ ഉള്ളിൽ എടു പൊട്ടീന്, ഇന്ന് ആര് കഴിച്ചിലാവും? ഇന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഉറപ്പാണ് ഇന്നിന്റെ ദിവസമാണെന്ന്. പക്ഷെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി ചോദ്യം മാറ്റി. നമ്മൾ എത്ര കൊടുത്തെന്നാ ചോദിക്കല്. എന്ത് ഇതെത്ര ഈ വള്ളിക്ക് പണിക്ക് എത്ര കൊടുത്തത്? ഞാൻ 25,000 കൊടുത്തെന്നറിയും. പക്ഷെ നബിതങ്ങൾ സല്ലല്ലാഹു ചോദിച്ചത് അബൂബക്കറെ എന്ത് ബാക്കിയാക്കിയെന്ന് ചോദിച്ചു. എന്ത് കൊണ്ടോന്നു ചോദിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹു രക്ഷപ്പെടും. അതുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു ചോദിച്ചു, അബൂബക്കറെ എന്താ ബാക്കിയാക്കിയത്? അല്ലാഹു റസൂലു, അല്ലാഹുവിന്റെ റസൂലിനെ. ഉമർ റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, എന്താ ബാക്കിയ? പകുതിയുടെ ബാക്കിണ്ടായിരുന്നു. മനസ്സിലായെങ്കിൽ അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിനോട് എന്താവൂല, രക്ഷപ്പെടാൻ പറ്റില്ല. ചോദ്യം മാറി, എന്താ ബാക്കിയാക്കിയത്? അതാണല്ലോ അസൽ കാര്യം. ഉള്ളത് മുഴുവൻ കൊണ്ടുവന്നതിന് ആര് എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നല്ല നബിതങ്ങൾ സാധനങ്ങൾ നോക്കുന്നത്. പിന്നെന്താണ് ഓന്റെ കയ്യിൽ നിന്ന് എന്തൊക്കെ കൊണ്ടുവന്ന് എത്ര ബാക്കിയാക്കിയിട്ടുണ്ട്? ബാക്കിയൊന്നും ആക്കിയിട്ടില്ല. അതുകൊണ്ട് ധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് പൈസ ഇല്ലാത്ത ആളുകൾക്കാണ് സുഖം. എന്താ കാരണം? ആകെ 1000 രൂപയുള്ള മുഴുവൻ കൊടുത്താൽ ഫുള്ള് കൊടുത്തതിന്റെ കൂലിച്ചു. 1 കോടിയുള്ളവനെ മുഴുവൻ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് മനസ്സിലായിട്ടോ? എന്നാലും നമ്മളൊരു പൈസക്കാരൻ കൊടുക്കട്ടെ. നമ്മളെപ്പോഴും പറയല് ആചാരം ഒടിച്ചു, ഈ ആചാരം ഒടിച്ചോളി, ദയമായി കായ് കീസെല്ലാം തള്ളു കൊടുത്തേക്ക. കാരണം അല്ലാഹു തആല എത്ര കൊടുത്തു എന്നല്ല നോക്കുന്നത്, പിന്നെ ഉള്ളതിൽ നിന്ന് എത്ര കൊടുത്തു എന്നാ നോക്കുന്നത്. മനസ്സിലായോ? ബാക്കി തരാത്തത് ആരെ പണിയല്ല. നമ്മളിപ്പോ 1 കോടി രൂപ തരാത്തത് ആരാണ്? അള്ളാഹുവാണ്. കാരണം 1 കോടി നൽകി നമ്മൾ ഇവിടെ ഉണ്ടാവൂല. ചിലവർക്കൊക്കെ 2 കോടി കൊടുത്തിട്ട് ഓലെ ലെവലൊക്കെ ആർക്കറിയാ? അള്ളാഹ്ക്കറിയാ. ഓൽക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മക്കൊക്കെ 1 കോടി വന്നാൽ നമ്മൾ വേറെ എവിടെ എത്തും? ഓരോരുത്തരെ കണക്കും അളവൊക്കെ ആരെയുണ്ട്. കരുണ ഇത് അള്ളാഹു നിലനിർത്തുകയാണ്. പട്ടിണി പ്രയാസമൊക്കെ ചിലവരിങ്ങനെ മുതലാളിയാൻ വേണ്ടി നോക്കും. എന്തായാലും ഈ തവള ബക്കറ്റ് കുടുങ്ങിയ മാതിരി ചാടും ഇങ്ങനെ തന്നെ പോകും. എന്ത് പരിപാടി തുടങ്ങിയാലും കഴിച്ചിലാവില്ല. ഓൻ പറയും ആരോ സീർ ചെയ്താണ്. ആരും സീർ ചെയ്തല്ല, പിന്നെന്താണ്? അള്ളാഹു അവന്റെ മേൽ കരുണയാണ്. എന്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് പോയി? ഇനി ആരും സീർ കൂറുന്നു പറഞ്ഞ് ചോദിച്ചു വരണ്ട. സീറല്ല, പിന്നെന്താണ്? അള്ളാഹ് കരുണയാണ്. ഈ ചങ്ങായി ബെണ്ണങ്ങാൻ പണക്കാരനായാൽ എന്താകാന്ന് ആർക്കേ അറിയുള്ളൂ. കാറൂന്ന് ഇതേമാതിരി ഉണ്ടായി. ഏതേമാതിരി ഒന്നുമില്ലാതെ പാട്ടിന് നടക്കുന്ന ചങ്ങായി കഴിഞ്ഞി. മൂസാനബിയോട് ഇങ്ങനെ പറഞ്ഞിട്ട് മൂസാനബി ദ്വാരുന്നിട്ടില്ല. പിന്നെ ബേസെല്ലാം കൂടിയിട്ട് പിന്നെ ഉണ്ടാവില്ല നബിമാര് ഇന്നാ പോട്ടെ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതിലാണ് ആ ചങ്ങായി പോയത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് കച്ചവടം ചെയ്ത് പൊട്ടി അഴിഞ്ഞ് സീർ ചെയ്താണ്, മറ്റോല അങ്ങോട്ട് ചെയ്താണ്, ഇവർ ഇങ്ങോട്ട് ചെയ്താണെന്നൊന്നും പറയാൻ നിൽക്കണ്ട. ആര് കരുണയ്യാണ്? അള്ളാഹു കരുണയ്യാണ്.
വേഗം മനസ്സിലാക്കുക, അത് കർണന്റെ ഭാഗമാണ്. ഞാൻ ഒരു പണക്കാരനാണ്ടെന്നാണ് ആരെ തീരുമാനം. നമ്മൾ പിന്നെയും പറയണ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെയും കടക്കാരനാണ്, എന്താകില്ല. അതുകൊണ്ട് പോയി കടം വാങ്ങിയിട്ട് കച്ചവടം ചെയ്യാക്കലാണ് ബുദ്ധിറ്റോ. അപ്പോൾ ഞാൻ എന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോവാണ്, സ്വസ്ഥതൊക്കെ നഷ്ടപ്പെടും. അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പണിക്ക് പോയാൽ മതി. 500 രൂപ കൊണ്ട് വന്ന തക്കാളി ഉള്ളിയൊക്കെ വാങ്ങി പെരേ റാഹത്തായിട്ട് എന്ത് ചെയ്യാ, എന്താ പറയാത്ത സ്വസ്ഥമായിട്ട് ഉറങ്ങാം. മീന് ഉള്ളതിനനുസരിച്ച് മത്തിയൊക്കെ വാങ്ങിയാൽ മതിയല്ലോ, ഉണ്ടാവുമ്പോൾ ഉസാറാക്കാം, ഇല്ലാതെ അങ്ങനെ ആക്കാം, റാഹത്തായി ജീവിക്കാം, ഒരു കുഴപ്പമില്ല. മനുഷ്യന്മാർ വെറുതെ ആർത്തിയും വലിയ വലിയ ആഗ്രഹങ്ങളും മറ്റൊരു ജീവിക്കണമാതിരി നമ്മൾ ജീവിക്കണമെന്നൊക്കെ വിചാരിക്കുമ്പോൾ കടക്കാരൻ അങ്ങനെ ആയിപ്പോവും. കടക്കാരനായാൽ എന്താ ഉണ്ടാകുക, സ്വസ്ഥത നഷ്ടപ്പെടും. പിന്നെ എല്ലവും എന്ത് ചെയ്യേണ്ടി വരും, വിൽക്കേണ്ടി വരും, ഉള്ളതും വിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആയിട്ട് ആ പരിപാടിക്കൊന്നും ആരും നിൽക്കണ്ട. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ നമ്മളെ സാഹചര്യങ്ങളൊന്നും അതിന് പറ്റിയ സമയവുമല്ല. അതുകൊണ്ട് ചുമ്മാ ആ പണിക്കൊന്നും നിൽക്കണ്ട. പിന്നെ ആദ്യം എങ്ങനെ തീരുമാനിച്ചാൽ മതി, അള്ളാഹ് എന്നെ എന്ത് തീരുമാനിച്ചില്ല. എന്താ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് ആ തമാശക്കും കൂടി പറയാൻ കഴിയില്ലല്ലേ. കാരണം അങ്ങനെ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും വിചാരിക്കേണ്ട, ഒക്കെ തീരുമാനമായി കഴിഞ്ഞതാണ്. നിങ്ങൾ ഞാൻ അതിന്റെ പേരിൽ ഇനി പറയാന്നതിന്റെ പേരിൽ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചണ്ട. അള്ളാഹു താല നമ്മളൊക്കെ ഫുള്ള് കാര്യങ്ങൾ തീരുമാനിച്ചതാണ്. ഓരോരുത്തർക്ക് എത്ര ഉറുപ്പ്യ, എത്ര സമയം, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായില്ലേ. അതുകൊണ്ട് 40 വയസ്സായപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ കാര്യം പറഞ്ഞു, ഈ ദുആ ചെയ്തു, റബ്ബി ഔസിഅനി, എനിക്ക് എന്ത് ചെയ്യണേ, പ്രചോദനമേകണേ, എനിക്ക് തൗഫീക്ക് ചെയ്യണേ, അൻ അഷ്കുറ, എന്ത് ചെയ്യാൻ, നന്ദി കാണിക്കാൻ. അല്ലാഹു അക്ബർ. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു 40 വയസ്സിന് മാത്രം കാത്തുക്കേണ്ടത്, എപ്പോഴും ചെല്ലാൻ പറ്റിയ ദുആണ്. പടച്ചോനെ നന്ദി കാണിക്കാൻ എനിക്ക് തൗഫീക്ക് തന്നെ. ലോകത്തെ ഏറ്റവും വലിയ തൗഫീക്ക് എന്താന്ന് പറഞ്ഞാൽ കിട്ടിയ നിഅമത്തിന് നന്ദി കാണിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നത്. ആ തൗഫീക്ക് എവിടെ തന്നെ ഉണ്ടാണ്ടത്, റബ്ബി ഔസിഅനി, എനിക്ക് എന്ത് ചെയ്യണേ, തൗഫീക്ക് ചെയ്യണേ, പ്രചോദനം ചെയ്യണേ, എന്നെ തുണക്കണേ എന്നൊക്കെ പറഞ്ഞ വാക്കാണ് ഔസിഅനി. അൻ അസ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എന്റെ മേൽ ചെയ്ത അനുഗ്രഹങ്ങൾക്ക്. അബൂബക്കർ നല്ലപോലെ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പം മുസ്ലിം ആയതും ഈ കാര്യങ്ങളൊന്നും ചെയ്ത് എന്റെ എന്തല്ല, എന്റെ സാമർഥ്യം എന്റെ കഴിവൊന്നുമല്ല, പിന്നെ എന്റെ റബ്ബ് എന്നെ തെരഞ്ഞെടുത്തതാണ്, ഇതെന്റെ റബ്ബിന്റെ നിഅമത്താണ് എന്ന് ശരിക്ക് ബോധമുള്ളത് കൊണ്ടാണ് ആര് പറയുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അന്നസ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എന്റെ മേൽ ചെയ്ത അനുഗ്രഹം, വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കളുടെ മേലും നീ എന്ത് ചെയ്തു, അനുഗ്രഹം ചെയ്തു. വഅൻ അമല സാലിഹൻ തർല്ലാഹു, നീ തൃപ്തിപ്പെടുന്ന സാലിഹായ അമൽ ചെയ്യാനും നീ എനിക്കെന്ത് ചെയ്യണേ, തൗഫീക്ക് ചെയ്യണേ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയത്തി, എന്റെ തലമുറകളെയും നീ എന്താക്കി തരണേ, നന്നാക്കി തരണേ. മനസ്സിലായോ ഈ ദുആ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മളെ തലമുറ എന്താവണം. നബിതങ്ങൾ സാഹസങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ പിതാമഹനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആക്ക് ഉത്തരമാണ് എന്ന്. ആര്? കാരണം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആ ഉണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്യില്ലേ, റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി, പിന്നെ വമിൻ ദുർരിയത്തി, മനസ്സിലായില്ലേ, റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ, എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ, എന്റെ തലമുറനി. നമ്മൾ തോർക്കലുണ്ടോ? നമ്മളെ തലമുറക്ക് തോർക്കണ്ടോ? നമ്മളെ മക്കൾക്കും പേരക്കുട്ടികൾക്കൊക്കെ തോർക്കലുണ്ടോ? നമ്മളൊറ്റ ആലോചിച്ച് നോക്കി. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആണ്, റബ്ബി ജ്അൽനി മുഖീമസ്സലാ, നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവൻ ആയി എന്നെ ആക്കണേ. കാരണം ഇതൊന്നും ഒരു മനുഷ്യന് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ഇത് എവിടുന്ന് തൗഫീക്ക് കിട്ടണം? അള്ളാന്റെ ഭാഗത്തുനിന്ന് തൗഫീക്ക് കിട്ടണം. അള്ളാഹ് അങ്ങനെ ആക്കണം. റബ്ബി ജ്അൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയത്തി, എന്റെ തലമുറകളെയും എന്റെ സന്താന തലമുറകളെയും നിസ്കാരം നിലനിർത്തുന്ന ഈ ദുആ നമ്മൾ സ്ഥിരം ചെല്ലണം. കാരണം നമ്മളെ മക്കൾ വഴി വെച്ചു പോയതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ അബൂബക്കർ റളിയല്ലാഹു ദുആണിത്,
റബ്ബി ഔസിഅനി അൻ അസ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ വഅസ്ലിഹ് ലി ഫീ ദുർരിയത്തി, എന്റെ സന്താന തലമുറകളെയും എന്താക്കണേ? സാലിഹീങ്ങളാക്കണേ, നല്ലവരാക്കണേ. പിന്നെ ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യാണ്. തുബ്തു പറഞ്ഞാൽ തൗബ ചെയ്യുക, ഞാൻ നിന്നെ ഖേദിച്ചു മടങ്ങുമെന്ന് പറഞ്ഞു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ എന്താണ്? ഒരനുസരണയുള്ള മുസ്ലിമീങ്ങളിൽപ്പെട്ട ആളാണ് ഞാൻ. ഭയങ്കര ദുവാട്ടോ. ഈ ദുവാ പഠിക്കണം കേട്ടോ. ഈ ദുവാ പഠിക്കണം. 40 വയസ്സൊക്കെ പൂർത്തിയാകുന്ന കുട്ടികളോടൊക്കെ അത് ചെല്ലാനും പറയണം. ഉലൈകല്ലദീന, അക്കൂട്ടരാണ് നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, നാം അവരിൽ നിന്ന് സ്വീകരിക്കും. അല്ലാഹു പറയാണ് ഉലൈക, അക്കൂട്ടർ, അല്ലദീന, ഒരു കൂട്ടരാണ് അവർ, നതഖബ്ബലു അൻഹും, നമ്മൾ സ്വീകരിക്കും, അൻഹും, അവരെ തൊട്ട്, അഹ്സന മാ അമിലു, അവർ ചെയ്ത ഏറ്റവും നല്ല അമലുകളെ നാം സ്വീകരിക്കും. വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ കുറ്റങ്ങളെ നാം തജാവുസ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും. എന്ത് ചെയ്തു കൊടുക്കും? നന്മ അല്ലാഹ് എന്ത് ചെയ്യും? സ്വീകരിക്കും. പിന്നെ സയ്യിആത്തിനെ അല്ലാഹ് എന്താക്കി കൊടുക്കും? വിട്ടുവീഴ്ച ചെയ്യും. ഫീ അസ്ഹാബിൽ ജന്ന, അങ്ങനെ അവരവിടെത്തും, സ്വർഗവാസികളിൽ അവരായിത്തീരും. മനസ്സിലായ നിങ്ങൾക്ക്? വഅദസ്സിദ്ഖില്ലദീ കാനൂ യുഅദൂൻ, അവരോട് പറഞ്ഞ സത്യമായ വാഗ്ദാനം, അല്ലദീ കാനൂ യുഅദൂൻ, അവരോട് ചെയ്യപ്പെട്ട സത്യവാഗ്ദാനമാണിത് എന്ന്. ഏത്? ഇത് അള്ളാന്റെ ഭാഗത്തുള്ള സത്യമായ ഒരു വാഗ്ദാനമാണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഈ കാര്യം നമ്മൾ നല്ലതുപോലെ ആലോചിക്കുക. ഒന്ന്, മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുക. മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുക. അതിലൊരു വിട്ടുവീഴ്ച ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. وَإِنْ جَاهَدَاكَ عَلَىٰ أَنْ تُشْرِكَ بِي مَا لَيْسَ لَكَ بِهِ عِلْمٌ فَلَا تُطِعْهُمَا, നിന്നോട് അവർ എന്തെങ്കിലും ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയും പരിശ്രമിക്കുകയും നിർബന്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫലാ തുതിഉഹുമാ, അവർ രണ്ടുപേരെ എന്ത് ചെയ്യരുത്? അനുസരിക്കരുത്. അത് കഴിഞ്ഞിട്ട് വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, നിന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും അവർ ആ കാര്യത്തിൽ നീ അനുസരിക്കണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ദുനിയാവിൽ അവരോട് മാന്യമായി നല്ല നിലയിൽ എന്ത് ചെയ്യണം? അവരോട് സഹവസിക്കണം. നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്? ഏറ്റവും വലിയ പാതകം എന്താണ്? ശിർക്ക് ചെയ്യാൻ പറയാ. അങ്ങനെ പറഞ്ഞ അമ്മി വാപ്പയാണെങ്കിൽ പോലും ആ കാര്യത്തിൽ അനുസരിക്കേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വസാഹിബുഹുമാ ഫിദ്ദുന്യാ മഅറൂഫ, ആ ആയത്തിൽ തന്നെയാണ് അള്ളാഹ് പറഞ്ഞത് അവരോട് എന്ത് ചെയ്യണം? മഅറൂഫായിട്ട്, നന്മയായ നിലയിൽ അവരോട് പെരുമാറണം. അതുകൊണ്ട് മാതാപിതാക്കളിൽ കുറ്റം കണ്ടെത്തിയിട്ട് ഒരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ കാണല എന്താ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഉണ്ടാക്കി, ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ അതൊന്നും ഇവിടെ ബാധകല്ല. വാപ്പ അമ്മ ഓരെ അനുസരിക്കുക, ഓർക്ക് കഴിയുന്ന കോലത്തിൽ ഖിദ്മത്ത് ചെയ്യാം. മനസ്സിലായില്ലേ? ഇവിടൊക്കെ പറഞ്ഞത് എഹ്സാന എന്നുള്ള വാക്കാണ്. എഹ്സാന എന്നുള്ള വാക്കിന് ഹുസ്നെ സുലൂക്ക് എന്നാണ് ഉലമാക്കൾ എഴുതിയത്. നല്ല പെരുമാറ്റം, മാന്യമായ പെരു. ചിലപ്പോൾ കൊടുക്കാനൊന്നും കഴിഞ്ഞില്ലെന്ന് വരും, പക്ഷെ മാന്യമായി പെരുമാറാം. മാന്യമായി പെരുമാറണം. എല്ലാവരോടും മാന്യമായി, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം. ഒരു രക്ഷയില്ലാത്ത ആൾക്കാരാണ് അവർ, ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ. കാരണം അവരോടുള്ള കടമ ചെയ്ത് തീർക്കാൻ കഴിയില്ല. എത്ര കടമ ചെയ്തു അത് പൂർത്തിയായി, ഇനിയിപ്പോൾ നീ ഒന്നും കടമൊന്നുമില്ല അങ്ങനെ പറയാൻ പറ്റൂല. ഒരു ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓരോട് നമുക്ക് കടമ തീരൂല. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമകൾ അത് നല്ല നിലയിൽ പൂർത്തിയാക്കണം. പൂർത്തിയാക്കൂല ഇൻഷാ അല്ലാഹ്. മനുഷ്യ സഹജമായ അബദ്ധങ്ങളൊക്കെ പറ്റും, പക്ഷെ അതിന്റെ അർത്ഥം എന്നും അബദ്ധം ഉണ്ടാക്കുക എന്നല്ല. പിന്നെ അബദ്ധങ്ങൾ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാവും, അത് പരിഹരിക്കുക. വാർദ്ധക്യത്തിനനുസരിച്ച് ഓരോ മാനസികാവസ്ഥ, ഓരോ പെരുമാറ്റാവസ്ഥക്കൊക്കെ എന്തുണ്ടാവും? മാറ്റങ്ങൾ ഉണ്ടാവും. 40 വയസ്സാകുമ്പോൾ അവന്റെ ബുദ്ധി
പൂർത്തീകരണത്തിലെത്തും. തഫ്സീറിൽ എഴുതുന്നുണ്ട് 40 കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ മൈനസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു 40 50 എത്തുമ്പോൾ പിന്നെ ഇത് ഇത്ര ഉണ്ടാവില്ല, അങ്ങനെ കുറഞ്ഞ് പോകും. അപ്പൊ അവർക്ക് 50 60 70 ഒക്കെ വയസ്സാകുമ്പോൾ ഓരോ പെരുമാറ്റങ്ങളൊക്കെ എന്താവും, മാറിപ്പോവും. അപ്പോഴും നമ്മൾ അവരോട് എന്ത് ചെയ്യണം, മാന്യമായി പെരുമാറണം. മനസ്സിലായില്ലേ? ഇനി ആരെങ്കിലും മാതാപിതാക്കൾ മരിച്ചുപോയാലോ, ഓരോട് ഇനി മാന്യമായി പെരുമാറാൻ പറ്റൂലല്ലോ. പെരുമാറ്റം എന്തെങ്കിലും അപാകതകൾ പറ്റിപ്പോയില്ലെങ്കിലോ, അതിലാകെ ചെയ്യാനുള്ള പണി എന്താണെന്നാൽ അൽ ഖാലത്തു ബിമൻസിലത്തിൽ ഉമ്മന്റെ സഹോദരിമാർ, അളമ മൂത്തമൊക്കെ ബിമൻസിലത്തിൽ ഉമ്മന്റെ സ്ഥാനത്താണ്. വാപ്പന്റെ സഹോദരങ്ങൾ അമ്മ, അളാപ്പ മൂത്താപ്പ ഒക്കെ ആരെ സ്ഥാനത്താണ്? വാപ്പാന്റെ സ്ഥാനത്താണ്. ആ നിലയിൽ അവരോട് നല്ല നിലയിൽ പെരുമാറുക. വാപ്പന്റെ കൂട്ടുകാർ, വാപ്പ സ്നേഹിച്ച നല്ല കൂട്ടുകാർ, അവരോടും നല്ല നിലയിൽ പെരുമാറുക. എന്നാൽ ഇവരെ സാലിഹ്യങ്ങളായ മക്കളെ കൂട്ടത്തിലാക്കും. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി നിരന്തരമായി ദുആ ചെയ്യുകയും അവരോട് പിന്നെ അവർക്ക് പുറത്തു കൊടുക്കാനും അവർ ആഖിറത്തിന്റെ ഉയർച്ചക്കും നന്മക്കും വേണ്ടി നിരന്തരമായി ദുആയും ചെയ്യുക. അപ്പം എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അല്ലാഹു തആല അവരെ അനുസരണയുള്ളവരെ കൂട്ടത്തിലാക്കും. മനസ്സിലായില്ലേ? അല്ലാതെ ഓനഞ്ഞാകെ കൊടുക്കുക എന്നുള്ള പണി ആർക്കില്ല. ഇസ്ലാമിൽ പരിഹാരമില്ലാത്ത ഒരു പ്രശ്നമില്ല. ആരെങ്കിലും അവരവരുടെ മാതാപിതാക്കളെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മളെ നാട്ടിന്റെ അവസ്ഥയിൽ നമ്മൾ കുട്ടിപ്രായവും അല്ലെങ്കിൽ നമ്മളെ യുവത്വം നമ്മളെ പ്രസരിപ്പും അവസ്ഥയിലൊക്കെ നമ്മളവരോട് മോശമായ എന്തെങ്കിലും പെരുമാറിയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഞാൻ ആലോചിച്ച് പഠിച്ചവനെ എന്റെ കഴിഞ്ഞല്ലോ എന്നൊന്ന് വിചാരിച്ചവന്റെ ജീവിതം എന്ത് ചെയ്യണ്ട, തകർക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? ഇന്നി തുബ്തു എന്ന് പറഞ്ഞില്ലേ, ഞാൻ എന്ത് ചെയ്തു, തൗബ ചെയ്തു പറഞ്ഞു. ആ തൗബ ചെയ്യുക, അവർക്ക് വേണ്ടി നല്ലതുപോലെ പ്രാർത്ഥിക്കുക. മക്കളുടെ ദുആ മാതാപിതാക്കളുടെ ഖബറിൽ അത് വലിയ സമാധാനം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? മക്കളുടെ പണിയാണ്. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു എന്ന് പറഞ്ഞു. 3 കാര്യങ്ങൾ അല്ലാത്തതൊക്കെ ഡിസ്കണക്ട് ആവുമെന്ന് പറഞ്ഞപ്പം അതിൽ മുറിഞ്ഞു പോവാത്ത ഒന്നാണ് എന്ത്, വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. സാലിഹായ മക്കളുടെ ദുആണ്. എല്ലാ മക്കളുടെ ദുആയിന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ ഒരു ഇത് കൂട്ടീന്, സാലിഹുൻ എന്ന് പറഞ്ഞു. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കളുടെ ദുആണ് ട്ടോ. ബൈ ഇതിൽ 2 സന്ദേശമുണ്ട്. ഒന്ന്, ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മക്കളെ എന്താക്കണം, സാലിഹാക്കി വളർത്തിയാലേ എന്ത് കിട്ടുള്ളൂ, ദുആ കിട്ടുള്ളൂ. രണ്ടാമത്തെ സന്ദേശം, വാപ്പ മരിച്ചിട്ടെങ്കിലും വാപ്പക്ക് എന്റെ ദുആ കിട്ടണമെങ്കിൽ വിചാരിച്ചിട്ടെങ്കിലും എന്താവണം, മകൻ സാലിഹാവാൻ ശ്രമിക്കണം. മനസ്സിലായോ? മകൻ എന്താണോ, വലതും സാലിഹും എന്നല്ല പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ എന്താകാണ്, എന്റെ വാപ്പ മരിച്ചുപോയി, നിന്റെ വാപ്പക്ക് എന്റെ ദുആ കിട്ടണം, എന്റെ ഉമ്മ മരിച്ചുപോയി, എന്റെ ഉമ്മക്ക് എന്റെ ദുആ കിട്ടണം, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ സാലിഹാവുകയാണെന്നുള്ള ചിന്തയിലേക്കെങ്കിലും എത്തണം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് എങ്ങനെ ദുആ ചെയ്യണമെന്ന് അള്ളാഹു പഠിപ്പിച്ചു തരാണ്. വഖുൽ, നീ പറയുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഞാൻ ചെറിയ കുട്ടിയാവുമ്പോൾ എന്നോട് കരുണ കാണിച്ചതുപോലെ നീ എന്ത് ചെയ്യണേ, അവരോട് കരുണ കാണിക്കണേ. ദുആനെ എന്താ ചെയ്യേണ്ടതെന്ന് വരെ പഠിപ്പിച്ചൊന്നും ആര്. അപ്പൊ നമ്മളിത് നിരന്തരമായി ദുആ, എല്ലാ നിസ്കാരത്തിന് ശേഷവും അല്ലാത്തപ്പോഴൊക്കെ നമ്മളിങ്ങനെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ദുആ ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മക്കളുടെ ദുആ, മാതാപിതാക്കൾ മക്കൾക്ക് ചെയ്യുന്ന ദുആയും മക്കൾ മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ദുആയുടെയും ഇടയിൽ എന്തുണ്ടാവില്ല, മറ ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അതത്ര എന്തായിരിക്കും, നിഷ്കളങ്കമായ ദുആ ആയിരിക്കും. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് മക്കളുടെ വലിയ ബാധ്യതയാണ്. പ്രത്യേകിച്ച് മരണപ്പെട്ടു പോയവർ. ജീവിച്ചിരിക്കുന്നവരോട് നല്ല നിലയിൽ പെരുമാറണം. അവരെന്ത് നമ്മളെ കുറ്റം പറഞ്ഞാലും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മളെ ആഖിറത്തിന്റെ വിജയം അവരെ എന്ത് ചെയ്യലാണ്, മാന്യമായി നല്ല നിലയിൽ അവരോട് പെരുമാറുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് വകുപ്പുകളില്ല. ഏത് ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടാണ്, ഉമ്മ അങ്ങനെ പറഞ്ഞിട്ടാണ്, വാപ്പ അങ്ങനെ പറഞ്ഞിട്ടാണ്. അതൊക്കെ ഓലെ പ്രായത്തിന്റെ പേരിൽ ഓലെന്ത് ചെയ്യും, അതും ഇതൊക്കെ പറയും. അതൊന്നും നമ്മൾ വിഷയാക്കണ്ട. നമ്മളുടെ ഇതെന്താക്കുക, റെഡിയാക്കുക. ആ കാര്യത്തിൽ അള്ളാഹ്ക്ക് വ്യക്തമായിട്ട് എന്താ അറിയും ചെയ്യുക,
ഈ മോന്റെ മാനസികാവസ്ഥ എന്താന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അങ്ങനെ കുടുക്കണ പണിയും ആർക്കില്ല, അള്ളാഹ്ക്കില്ല. മനസ്സിലായില്ലേ? ചിലപ്പോ ഉണ്ടാവും ചില ബാപ്പാര് ചില അമ്മമാരൊക്കെ പുടുത്തം വിട്ട നിലയിലേക്ക് മക്കൾക്ക് ഒരു സമാധാനം ഉണ്ടല്ല, ഭയങ്കര ശാപം, ഭയങ്കര അങ്ങനെ നന്നാവൂലടാ അജി, കഴിച്ചിലാവൂല അജി, അങ്ങനെ ആവും. അതൊക്കെ കേൾക്കുമ്പോഴത്തേനും കുറച്ചേരെ കഴിഞ്ഞല്ലോ എന്ന് ചിന്തിക്കൊന്നും വേണ്ട. അതിനുള്ള അവസ്ഥകൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് മാത്രമേ നോക്കാനുള്ളൂ. ഉണ്ടാക്കിയെങ്കിൽ വേ തൗബ ചെയ്യുക. ആരോട്? അള്ളാഹുവോട്. ജീവിതത്തിനെ നന്നാക്കാൻ ശ്രമിക്കാം. ചിലത് നമ്മൾ എത്ര ചെയ്തു കൊടുത്താലും പിന്നെ എന്തേക്കും എന്തെങ്കിലുമൊക്കെ പരാതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എവിടേക്ക് വിട്ടാൽ മതി? കണക്ഷൻ അള്ളാഹ് കിട്ടും. അള്ളാഹ് ഒരാളോട് ചെയ്യാൻ പറ്റാത്ത കാര്യം ആരോട് എന്ത് ചെയ്യില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. ഒരാളോട് ചെയ്യാൻ പറ്റാത്ത കാര്യം അള്ളാഹ് അയാളെ മേലെ എന്ത് ചെയ്യില്ല, ഏൽപ്പിക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മളെ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറിയാലാണ് നമ്മളെ മക്കൾ നമ്മളോട് നല്ല നിലയിൽ പെരുമാറുക. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമകളെ പൂർത്തിയാക്കണം. അള്ളാഹ് നമ്മളെ എല്ലാവരെയും കബൂലാക്കുന്നതാണ്.